കഥ തുടരുന്നു. സന്ധ്യ. വലിയഴീക്കൽ. മുനമ്പനോട് ചേർന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റിനിടയിൽ XUV ഇട്ടിട്ട് ധ്രുവ് മുന്നോട്ട് നടന്നു. അഴിമുഖത്തോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു സ്രാവ് മജീദും യാക്കൂബും മണവാളനും. ചാന്നാർ അറിയാതെയുള്ള ഒരു സംഗമം. പടിഞ്ഞാറൻ മാനത്ത് മാഞ്ഞു തുടങ്ങുന്ന ചുവപ്പ് രാശികൾ, അങ്ങകലെ കടലിൽ കടലാസ് തോണി പോലെ തോന്നിക്കുന്ന വള്ളങ്ങളും ബോട്ടുകളും. ധ്രുവ് അടുത്തേക്ക് ചെന്നപ്പോൾ അവർ എഴുന്നേറ്റു. ഇരിക്കെ. അവർക്കൊപ്പം അവനും ഒരു വലിയ കല്ലിലിരുന്നു. താഴെ വന്ന് അടിച്ചു ചിതറുന്ന തിരയിൽ നിന്ന് കടുകുമണികൾ പോലെ ജലത്തുള്ളികൾ അവർക്കു മീതെയും തെറിച്ചു വീണുകൊണ്ടിരുന്നു. ധ്രുവിൻ്റെ മുഖം ഗൗരവപൂർണ്ണമായിരുന്നു. ഞാനീ സംസാരിക്കുന്നതൊക്കെ നമ്മൾ 4 പേരിൽ ഒതുങ്ങി നിൽക്കണം, അവൻ പറഞ്ഞു. അവർ സമ്മതിച്ചു. ധ്രുവ് തുടർന്നു. പത്മ ചെറിയമ്മ മരിച്ചെന്നത് നേര്. എങ്കിലും ഇതിനൊക്കെ പിന്നിലുള്ളവരെ കണ്ടെത്തിയേ പറ്റൂ. അച്ഛൻ എല്ലാ സ്വത്തുക്കളും അപ്പച്ചിയുടെ പേരിൽ എഴുതി വച്ചതിന് പിന്നിലും ഈ ഉദ്ദേശം തന്നെയാണെന്ന് എനിക്കറിയാം. അതിനുവേണ്ടിയാണ് എന്നെ ബാംഗ്ലൂർക്ക് അയക്കാൻ തിടുക്കപ്പെടുന്നതും. പക്ഷേ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ. മുന്നും പിന്നും നോക്കാതെ ഏത് കാര്യത്തിനും ചാടി പുറപ്പെടുന്നവനും. ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അവനൊന്ന് നിർത്തി 3 മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി. അതുകൊണ്ട് അച്ഛൻ ഇനിയൊന്നിനും ചാടി പുറപ്പെടാൻ പാടില്ല. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. കൊച്ചങ്ങത്ത് പറഞ്ഞാൽ മതി. മണവാളൻ ഒന്നിളകിയിരുന്നു. ഞാൻ പോലീസുകാരനാണെങ്കിലും ഏത് കാര്യത്തിനും അച്ഛൻ സ്വീകരിക്കുന്ന വഴികൾ വിഭിന്നമായിരിക്കും. അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതിനാൽ ഇനി അച്ഛൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നെ കൂടി അറിയിക്കണം. അതാണ് എൻ്റെ ആവശ്യം. വടക്കോട്ട് പറന്നുപോകുന്ന ഒരു കൂട്ടം ദേശാടന പക്ഷികളിൽ ധ്രുവ് കണ്ണു നട്ടു. യാക്കൂബ് അറിയിച്ചു. ഇതിനിടെ ഞങ്ങൾ അത്തരം ഒരു നീക്കം നടത്തിയിരുന്നു. എപ്പോൾ? ധ്രുവിൻ്റെ കണ്ണുകൾ വികസിച്ചു. കുറച്ച് ദിവസം മുമ്പ്. അയാൾ SI അലക്സ് ബെഞ്ചമിനെ മാർക്കറ്റ് റോസിയുടെ അടുത്ത് നിന്ന് പൊക്കിയതും മറ്റും പറഞ്ഞു. അതിനുശേഷം അങ്ങത്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അലക്സ് ലീവിൽ പോയത്. ധ്രുവിന് അത് പുതിയ അറിവായിരുന്നു. മാർക്കറ്റ് റോസി. അവൻ ആ പേര് പല്ലുകൾക്കിടയിലിട്ട് ചതച്ചു. നിങ്ങൾ പിന്നീട് അവളെക്കുറിച്ച് തിരക്കിയില്ലേ? 2 വട്ടം കൂടി പോയി. പക്ഷേ അവൾ മുങ്ങിയിരിക്കുകയാണ്. ധ്രുവ് പറപ്പുറത്ത് എഴുന്നേറ്റ് നിന്നു. കടൽക്കാറ്റിൽ അവൻ്റെ മുടി ഇളകി. റോസിയെ കണ്ടെത്തണം. അവളിലൂടെയേ തനിക്ക് യഥാർത്ഥ ശത്രുക്കളെ കണ്ടെത്താൻ കഴിയൂ. ധ്രുവ് തീരുമാനിച്ചു. അവൻ തിരിഞ്ഞു യാക്കൂബിനെയും മറ്റും നോക്കി. ദേവസേനാപതിയുടെ അടുത്ത ആളല്ലേ റോസി? അതെ. അപ്പോൾ സേനാപതിക്ക് അവളെക്കുറിച്ച് തീർച്ചയായും അറിവുണ്ടാകും. ചെറിയമ്മയുടെ ഫോൺ മെമ്മറിയിൽ അയാളുടെ നമ്പർ കണ്ട കാര്യം ധ്രുവ് ഓർത്തു. പക്ഷേ അയാളിൽ നിന്ന് നമ്മൾ എങ്ങനെ വിവരമറിയും? മണവാളൻ തർക്കിച്ചു. ഇരുണ്ട മാനത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു ധ്രുവ്. പിന്നെ പറഞ്ഞു. സേനാപതിക്ക് അവളെക്കുറിച്ച് അറിയാമെങ്കിൽ അയാളുടെ നാവിൽ നിന്ന് തന്നെ നമ്മളത് കേൾക്കും. പക്ഷേ അതിനു മുമ്പ് അത് നമ്മൾ ഉറപ്പാക്കണം. എങ്ങനെ? മജീദിൻ്റെ കണ്ണുകൾ ഇടുങ്ങി. ഒരു മാർഗമുണ്ട്. അതിനെനിക്ക് ഒരു സ്ത്രീയുടെ സഹായം വേണം. സ്ത്രീയുടെയോ? മൂവരും ഒന്നിച്ചു തിരക്കി. അതെ. 5 മിനിറ്റത്തേക്ക് മാത്രം. അവർക്കൊന്നും പിടികിട്ടിയില്ല. തോട്ടപ്പള്ളി ഹാർബറുള്ള തൻ്റെ പമ്പിലുണ്ടായിരുന്നു ദേവസേനാപതി. അവിടെ തന്നെ അയാൾക്കൊരു ഐസ് ഫാക്ടറിയുമുണ്ട്, ദേവ ഐസ്. കടലിലേക്ക് പോകുന്ന ബോട്ടുകളിൽ ചിലത് ഇന്ധനം നിറയ്ക്കുന്നത് സേനാപതി നോക്കിയിരുന്നു. നകുൽ പറഞ്ഞ കാര്യം അപ്പോൾ അയാൾ ഓർത്തു. ഇവിടെ നിന്ന് പെട്രോളും ഡീസലും ശ്രീലങ്ക തീരത്തേക്ക് എത്തിക്കുക. മത്സ്യബന്ധന ബോട്ടുകളിൽ വലിയ ക്യാനുകളിലാക്കി കൊണ്ടുപോയാൽ മതി. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. സേനാപതി അതെടുത്ത് നോക്കി. അപരിചിതമായ നമ്പർ. നെറ്റിച്ചുളിച്ചുകൊണ്ട് കാതോട് ചേർത്തു. ഹലോ, ആരാണ്? ഞാൻ റോസിയാ. കടൽക്കാറ്റിൽ ശബ്ദം അവ്യക്തമായിരുന്നു. ഏത് റോസി? അത്ര വേഗം എന്നെ മറന്നോ? അതായിരുന്നോ നമ്മൾ തമ്മിലുള്ള ബന്ധം? മാർക്കറ്റ് റോസി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾക്ക് ഹരമല്ലായിരുന്നോ? ദേവസേനാപതിയുടെ ഞരമ്പുകളിൽ ഒരു മിന്നൽ പാഞ്ഞു. റോസി, നീ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ എന്നെ കൊല്ലാൻ ആളിനെ വിട്ടത് നിങ്ങളാണോ? സേനാപതി പതറി. ഞാൻ നിന്നെ കൊല്ലിക്കുമോടി? ഇല്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് ആരാ? ഞാൻ ചത്തില്ലേയെന്ന് നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ടാ? സേനാപതിക്ക് വാക്കുകൾ നഷ്ടമായി. മുന്നിൽ അപകടത്തിൻ്റെ ഒരു തീമല അയാൾ കണ്ടു. വല്ല വിധേനയും തിരക്കി. നീ ഇപ്പോൾ എവിടാ? അതിനുള്ള മറുപടിയല്ല കിട്ടിയത്. അയ്യോ, അവരിപ്പോഴിങ്ങ് എത്തും. കോൾ മുറിഞ്ഞു. സേനാപതി വിറച്ചുപോയി. അവൾ ആരുടെയെങ്കിലും കയ്യിൽ പെട്ടാൽ. വലിയഴീക്കൽ. സ്രാവ് മജീദിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുകയായിരുന്നു ധ്രുവ്. മജീദും മണവാളനും യാക്കൂബും അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. ധ്രുവ് പറഞ്ഞു. താങ്ക്സ് ചേച്ചി. ഇപ്പം അയാൾ ഇങ്ങോട്ട് വിളിക്കും. ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. ഒരു തവണ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ ജോലി തീരും. അവൻ പറഞ്ഞു നിർത്തിയതും ഫോൺ ശബ്ദിച്ചു. പുഞ്ചിരിയോടെ ധ്രുവ് കാൾ കട്ട് ചെയ്തു. ശേഷം മജീദിന് നേരെ തിരിഞ്ഞു. ശരിക്കും വിരണ്ടിട്ടുണ്ട് അയാൾ. റോസി ചത്തെന്നാണ് അയാൾ കരുതിയിരിക്കുന്നത്. ഒരുപക്ഷെ അയാൾ തന്നെ അവളെ കൊല്ലാൻ ശ്രമിച്ചിരിക്കാം. അവൾ പുറത്തു വന്നാൽ പലതും സംഭവിക്കുമെന്ന് അയാൾ ഭയക്കുന്നുണ്ട്. പിന്നെയും ഫോൺ ശബ്ദിച്ചു. ഇത്തവണയും ധ്രുവ് കട്ട് ചെയ്തു. തോട്ടപ്പള്ളി. കടപൊഴുകി വീഴാൻ പോകുന്ന മരം പോലെയായിരുന്നു സേനാപതി. കരിമണലിൽ അയാളുടെ കാലുകൾ പുതഞ്ഞു. റോസി പിടിക്കപ്പെട്ടാൽ അവളുടെ പിന്നാലെയുള്ളത് തൻ്റെ ശത്രുക്കളാണെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ല.
പമ്പിൽ നിന്ന് കുറേ കൂടി അകലേക്ക് മാറിയിട്ട് അയാൾ ഇങ്ങോട്ട് വന്ന നമ്പറിലേക്ക് ഒരു വട്ടം കൂടി കോൾ അയച്ചു. പെട്ടെന്ന് അറ്റൻഡ് ചെയ്യപ്പെട്ടു. നീ എവിടാ? സേനാപതി തിടുക്കപ്പെട്ടു. തൃക്കുന്നപ്പുഴയിലാ. കടൽ തീരത്ത് ഒരു പാറക്കല്ലിന് മറവിൽ. എന്നെ രക്ഷിക്കണം. അവർ ഇവിടെയൊക്കെ തിരയുകയാ എന്നെ. നിലവിളി പോലെയുള്ള ശബ്ദവും കിതപ്പും. ആരാടി അവർ? അറിയില്ല. ചാന്നാരുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. കാതിലൂടെ ഒരു വെടിയുണ്ട പാഞ്ഞു കയറിയതുപോലെ സേനാപതിക്ക് തോന്നി. ഞാൻ വരാം, നീ പിടികൊടുക്കരുത്. കാറ്റിൻ്റെ വേഗത്തിൽ ദേവസേനാപതി കാറിന് നേരെ ഓടി. ദേവസേനാപതി ജഗ്വാർ XF-ന്റെ ഡോർ വലിച്ചു തുറന്നു. ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നതിനിടയിൽ MLA ശ്രീനിവാസിനെ വിളിച്ച് വിവരം പറഞ്ഞു. സത്യമാണോ സേനാപതി? ശ്രീനിവാസിൻ്റെ ശബ്ദത്തിൽ ഒരു വിറയൽ. എന്തായാലും താൻ ചാന്നാരുടെ കയ്യിൽ അകപ്പെടരുത്. അതില്ല, മുന്നിൽ കിട്ടിയാൽ തീർക്കും ഞാൻ അവനെ, ഒറ്റ ബുള്ളറ്റ് കൊണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ സേനാപതി അരയിൽ തടവി. ശ്രീനിവാസ, താൻ വേഗം നകുലിനെ വിവരമറിയിക്കി. അവൻ്റെ കസ്റ്റഡിയിലായിരുന്നല്ലോ റോസി. ഞാൻ ശ്രമിച്ചിട്ട് അവനെ വിട്ടുകിട്ടുന്നില്ല. ഫോൺ ഇടതുവശത്തെ സീറ്റിലേക്ക് ഇട്ടിട്ട് സേനാപതി വണ്ടി മുന്നോട്ടെടുത്തു. വീലിനടിയിലെ കരിമണൽ പിന്നോട്ട് തെറിപ്പിച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ ജഗ്വാർ പാഞ്ഞു. അപ്പോൾ വഴിയഴിക്കൽ ധ്രുവ് സ്രാവ് മജീദിൻ്റെ ഭാര്യയോട് പറയുകയായിരുന്നു. സേനാപതി ഒന്നുകൂടി ഈ ഫോണിലേക്ക് വിളിക്കും. പോയി അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ മാത്രം പറയുക. പിന്നെ വേഗത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കണം. ആ സ്ത്രീ തലയാട്ടി. നിങ്ങൾ വരീൻ. മജീദിനെയും യാക്കൂബിനെയും മണവാളിനെയും കൂട്ടിക്കൊണ്ട് ധ്രുവ് XUV-യിൽ കുതിച്ചു. വഴിക്ക് വെച്ച് അവൻ നിർദ്ദേശിച്ചു. നിങ്ങളാരും ഒന്നിലും ഇടപെടരുത്. ദേവസേനാപതി തൽക്കാലം നിങ്ങളെ കാണണ്ട. എൻ്റെ ജീവന് രക്ഷയില്ലെന്ന് കണ്ടാൽ മാത്രമേ സഹായിക്കാവൂ. അവർ സമ്മതിച്ചു. അരമണിക്കൂർ ദേവസേനാപതി തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനടുത്തെത്തി. ജഗ്ഗാർ അടുത്തേക്ക് വെട്ടിത്തിരിച്ചു. അയാൾ സീറ്റിൽ നിന്ന് ഫോണെടുത്ത് മാർക്കറ്റ് റോസി ഇങ്ങോട്ട് വിളിച്ച നമ്പറിലേക്ക് ഒരിക്കൽ കൂടി വിളിച്ചു. തിരമാലകളുടെ ഹുങ്കാരത്തിനിടയിൽ അപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ടു. തനിക്കെത്തേണ്ട കൃത്യസ്പോട്ട് സേനാപതി മനസ്സിലാക്കി. കടൽ തീരം. സേനാപതി തെങ്ങിൻ തോപ്പിനോട് ചേർത്ത് ജഗ്ഗാർ നിർത്തി. കരുതലോടെ ഇറങ്ങി ചുറ്റും നോക്കി. കരിങ്കൽ അടുക്കിന് മുകളിലൂടെ അടിച്ചു ചിതറി വരുന്ന തിരമാലകൾ. അയാൾ അവിടേക്ക് നീങ്ങി. കല്ലുകൾക്കിടയിൽ നിന്നൊരു ശബ്ദം. സേനാപതി തിരിഞ്ഞു. മൂടിപ്പുതച്ചിരിക്കുന്ന ഒരാളെ നാട്ടുവെളിച്ചത്തിൽ അവ്യക്തമായി കണ്ടു. സേനാപതി അടുത്തേക്ക് ചെന്നു. കൈനീട്ടി ആ രൂപത്തെ തൊട്ടു. വാടി റോസി. അടുത്ത നിമിഷം പെരുമ്പാമ്പ് ഇര പിടിക്കുന്നത് പോലെ ആ കയ്യിൽ പിടിവീണു. സേനാപതി കടൽപ്പാളികൾക്കിടയിലേക്ക് വലിച്ചു കയറ്റപ്പെട്ടു. അയ്യോ! അയാളുടെ നിലവിളി തിരമാലകളുടെ ഒച്ചയ്ക്കിടയിൽ ഗുഹയിൽ എന്നതുപോലെ മുഴങ്ങി. പിന്നോട്ട് നീങ്ങാനാവുന്നില്ല. പിടിച്ചു മുറുക്കപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ കാലുകൾ തറയിൽ നിന്നുയർന്നു. കടിയേറ്റ് മരിക്കുന്ന ഒരു ജീവിയുടേതുപോലെ അത് അന്തരീക്ഷത്തിൽ പിടഞ്ഞു. ശത്രുവിനെ തള്ളിമാറ്റാൻ സേനാപതി ശ്രമിച്ചു. കഴിയുന്നില്ല. കല്ലുകൾക്കിടയിൽ അതിനുള്ള വിസ്താരമില്ല. ആരാ? വല്ലവിധേനയും സേനാപതി തിരക്കി. നിനക്ക് മരിക്കാൻ ഭയമുണ്ടോ? മരണം പോലെ തണുത്ത ചോദ്യം. അരുത്, കൊല്ലരുത്. അയാൾ കൂടുതൽ ഭയന്നു. അതെന്താ? നിനക്ക് ജീവിച്ചു കൊതി തീർന്നിട്ടില്ലേ? നിന്നെ ഞാൻ കൊന്ന് അറുത്തു കീറി കൊമ്പസ്രാവിനെ ഉണക്കി വയ്ക്കുന്നത് പോലെ ഉപ്പിലിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കാം. നിന്റെ അനാട്ടമി അവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. വേണ്ട വേണ്ട. സേനാപതി ശ്വാസം വലിച്ചുവിട്ടു. ആ വായുവിന് പോലും പുറത്തേക്ക് പോകാൻ സ്ഥലമില്ലാത്തതുപോലെ അവിടം ചുട്ടുപഴുക്കുന്നതായി സേനാപതിക്ക് തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിന്നെ കൊല്ലാതിരുന്നാൽ എനിക്കെന്ത് ലാഭം? കല്ലിടുക്കിൽ വെച്ചുള്ള ഒച്ചയായതിനാലും ആ ശബ്ദത്തെ തിരിച്ചറിയാനാവുന്നില്ല അയാൾക്ക്. നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാം. സേനാപതി സമ്മതിച്ചു. എൻ്റെ പ്രാണനൊഴികെ. ഒരറ്റാക്ക് വന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോകില്ലടോ ഈ പ്രാണനൊക്കെ. എന്തും എനിക്ക് തന്ന് അത് സംരക്ഷിക്കുന്നതിൽ എന്ത് പ്രയോജനം? സേനാപതിക്ക് ഉത്തരം മുട്ടി. ആ ശബ്ദം തുടർന്നു. മറ്റുള്ളവരെ കുറേ കൂടി ചതിക്കുകയും വ്യഭിചരിക്കുകയും പണമുണ്ടാക്കി അത്തരം പൂശി നടക്കുകയും ചെയ്യാം അല്ലേ? അത് വിടുന്നു. പകരം എനിക്ക് വേണ്ടി താൻ തരേണ്ടത് ഒന്ന് മാത്രം. തരുമല്ലോ താൻ? തരും. ചിന്തിക്കാനായില്ലായിരുന്നു സേനാപതിക്ക്. ഇതിനിടെ അയാളുടെ പോക്കറ്റിൽ സെൽഫോൺ ബെല്ലടിച്ചു. അതെടുക്കാൻ കൈ നീട്ടാൻ പോലും ആകുന്നില്ല. തൻ്റെ കൂട്ടുകാരായിരിക്കും അല്ലേ? താൻ ഇങ്ങോട്ട് പോകുന്ന വിവരം അവരെ അറിയിച്ചിരിക്കും. എനിക്കറിയാം. ആ ശബ്ദം പോലെ തന്നിൽ ഞണ്ടു കടിക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്നതായി ദേവസേനാപതി അറിഞ്ഞു. അയാൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. നിങ്ങൾ വേണ്ടത് ചോദിക്കേ. എനിക്ക് വേണ്ടത് അവളെയാ, റോസിയെ, മാർക്കറ്റ് റോസിയെ. സേനാപതി ഒറ്റ ഞെട്ടൽ. അത് തരാൻ പറ്റില്ല അല്ലേ? അടുത്ത സെക്കൻഡിൽ ശക്തമായൊരിടി. വിഴുങ്ങിയ ഇരയെ പാമ്പ് തുപ്പുന്നത് പോലെ സേനാപതി കൽപ്പാളികൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു. തറയിൽ വീണ അയാൾ കണ്ടു. കടവാവൽ ചിറകു വിരിച്ച് പറന്നു വരുന്നത് പോലെ ഒരു മനുഷ്യൻ ചാടി വരുന്നു. മണ്ണിൽ കാൽ കുത്തിയതും അയാൾ കൈകളിൽ വലിച്ചു പിടിച്ചിരുന്ന ഷാളിനെ പിടിവിട്ടു. കടൽക്കാറ്റിൽ അത് പറന്നുപോയി. നരച്ച ആകാശത്തിന് താഴെ ആ മുഖം ദേവസേനാപതി തിരിച്ചറിഞ്ഞു. ധ്രുവ്. അതേടാ, ഞാൻ തന്നെ. അവൻ അലറി. മിന്നൽ വേഗത്തിൽ സേനാപതി റിവോൾവർ എടുക്കാനാഞ്ഞു. പക്ഷേ ധ്രുവ് അയാളുടെ നെഞ്ചിൽ കാലമർത്തിക്കൊണ്ട് ആ കൈ വലിച്ചു പൊക്കി ശക്തിയിൽ തിരിച്ചു. ഹാ! സേനാപതി പുളഞ്ഞു. തോളയിൽ പൊട്ടിയതുപോലെ ഒരു ശബ്ദവും കേട്ടു. എൻ്റെ ഇങ്ങനെയൊരു അവതാരം നീയും നിന്റെ കൂട്ടുകാരും കരുതി കാണില്ല അല്ലേ സേനാപതി? ഒരു പഴുപ്പൻ പോലീസ്
അങ്ങനെ വിചാരിച്ചു കാണും. എന്നാൽ ഞാൻ അടങ്ങി നിന്നു ഇത്രയും കാലം. അത് നല്ല തന്തയ്ക്ക് പിറന്നതുകൊണ്ട്, തന്തയെ അനുസരിച്ച് ശീലിച്ചതുകൊണ്ട്. നിനക്കൊന്നും അത് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയും ആവാമായിരുന്നു. ധ്രുവ അയാളുടെ കൈ പിന്നെയും തിരിച്ചു. ഒറ്റ വലി വലിച്ചുണ്ടല്ലോ, കപ്പ പിഴുന്നതുപോലെ. ഇത് ഞാനിങ്ങ് എടുക്കും, കാണണോ? അവൻ്റെ ശബ്ദം തിരമാലകൾക്കും മേലെയായി. വേണ്ട, സേനാപതി ഞരങ്ങി. എങ്കിലും പറഞ്ഞു, ധ്രുവ്, നീ ഓർക്കണം, നീയും നിന്റെ അച്ഛനും മാത്രമടങ്ങുന്നതല്ല ഈ ലോകം. ചിലന്തി വല പോലെ വേരുകളുള്ള പ്രബലരാണ് ഞങ്ങൾ. ധ്രുവ് കാൽ ഒന്നമർത്തി. സേനാപതി, നിന്റെ നെഞ്ചിൻകൂട്ടിലെ ഈ പിടപ്പ് തീർക്കണമെങ്കിൽ എനിക്കൊരു നിമിഷം മതി. അതോടെ തീരും ചിലന്തി. ചിലന്തി ചത്താൽ പിന്നെ വല എന്തിനാടോ? അതുകൊണ്ട് പറഞ്ഞോ, എനിക്ക് മാർക്കറ്റ് റോസിയെ എത്ര മിനിറ്റിനുള്ളിൽ തരും? റോസി, അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരു കടൽക്കാറ്റ് കൂടി വീശി വന്നു. തെങ്ങോലകൾ ഭ്രാന്തമായി ഇളകി. ധ്രുവ് കടപ്പല്ലിൽ ഞെരിച്ചു. പിന്നെ ആർക്കറിയാം? ഉത്തരം കിട്ടും മുമ്പ് സേനാപതിയുടെ ഫോൺ ചിലച്ചു. കാലെടുക്കാതെ, സേനാപതിയുടെ കയ്യിലെ പിടിവിടാതെ ധ്രുവ് കുനിഞ്ഞ് അതെടുത്തു ഡിസ്പ്ലേയിലേക്ക് നോക്കി. നകുൽ കാളി. നകുൽ, അപ്പച്ചി പറഞ്ഞ പേര് ധ്രുവ് ഓർത്തു. റിസീവിംഗ് കോൾ ബട്ടൺ പ്രസ് ചെയ്ത് അവൻ കാതോടമർത്തി. അങ്കിൾ എവിടെയാ? ദേ, ഞങ്ങൾ എത്താറായി. നകുലിൻ്റെ ശബ്ദം. ഉത്തരം പറയാതെ അവൻ ഫോൺ കട്ട് ചെയ്ത് കല്ലുകൾക്കിടയിലേക്ക് എറിഞ്ഞു. ആ ക്ഷണം അകലിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന പ്രകാശഗോളങ്ങൾ കണ്ടു. മിന്നൽ വേഗത്തിൽ അവൻ കുനിഞ്ഞു, കയ്യിലെ പിടിവിടാതെ തന്നെ. സേനാപതിയുടെ ശരീരം തൻ്റെ തോളിൽ ഉയർത്തി. ലോഡിംഗ് കാർ അരിച്ചാക്ക് ഉയർത്തുന്നത് പോലെ അയാളുമായി കടൽ ഭിത്തിക്ക് മുകളിലേക്ക് കയറി. വാഹനം വന്ന് സേനാപതിയുടെ കാറിനടുത്ത് നിൽക്കുന്നതാവും കണ്ടു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. സേനാപതിയുമായി കടലിലേക്ക് ചാടി. അടിച്ചു ചിതറി മടങ്ങിയ തിരമാലയോടൊപ്പം കടലിലേക്ക്. ഇതിനിടെ ധ്രുവിൻ്റെ പിടി വിട്ടുപോയി. പക്ഷേ അവൻ അയാളുടെ ഷർട്ടിൽ ചാടിപ്പിടിച്ചു. ഒരു കടലാസ് പോലെ അത് കീറിപ്പോന്നു. വായിലെ ഉപ്പുവെള്ളം തുപ്പിക്കളഞ്ഞിട്ട് സേനാപതി പറഞ്ഞു, ആ വണ്ടിയിൽ വന്നവൻ നിന്റെ കാലിനാടാ. അവൻ്റെ കയ്യിലുണ്ട് റോസി, നീ ചെന്ന് മേടിക്ക്. എടാ. ധ്രുവ് മുന്നോട്ടാഞ്ഞു. അപ്പോൾ വന്ന തിരയിൽ പക്ഷേ അവൻ പിന്നോട്ട് മലച്ചു. എന്നാൽ ഒഴുകിപ്പോകാതെ സേനാപതി തിരയിൽ കുനിഞ്ഞുയർന്നു. ഇനി കരയിലേക്ക് ചെന്നാൽ അവൻ നിന്നെ തീർക്കും, അല്ലെങ്കിൽ നീ ഈ കടലിൽ കിടന്ന് തീരും. ഞാൻ പിച്ച വെച്ചപ്പോൾ മുതൽ കളിക്കുന്ന കടലാടാ ഇത്. ധ്രുവ് നോക്കുമ്പോൾ സേനാപതി കുറച്ചുകൂടി അകലെ കടലിൽ പതച്ചു നിൽക്കുന്നു. അവിടെ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, നിന്റെ കുടുംബം ഞങ്ങൾ തകർക്കും, നിന്റെ തന്തയെ കൊത്തി നുറുക്കും. അതിനായി നിന്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഒരു ആയുധം സൂക്ഷിച്ചിട്ടുണ്ട്, വജ്രായുധം. പോയി കണ്ടുപിടിക്കേ. ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാനായാൽ. സേനാപതി ഒന്നുകൂടി കടലിൽ മുങ്ങി. പിന്നെ കണ്ടില്ല. ധ്രുവ് കരയിലേക്ക് നോക്കി. കടൽ ഭിത്തിക്ക് മുകളിൽ ഇരുണ്ട രൂപങ്ങളും തെളിയുന്ന ടോർച്ചുകളും കണ്ടു. നേരം പുലർന്നു. ധ്രുവിൻ്റെ XUV ചെന്നപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അവൻ ഹോൺ മുഴക്കി. വീടിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നതും അവിടെ വിശ്വരൂപൻ ചാന്നാർ പ്രത്യക്ഷപ്പെടുന്നതും കണ്ടപ്പോൾ അവൻ്റെ മനമൊന്നുലഞ്ഞു. ചാന്നാർ റിമോട്ടെടുത്ത് അമർത്തി. ഗേറ്റ് ഒരു വശത്തേക്ക് മാറിപ്പോയി. ധ്രുവ് പോർച്ചിന് പുറത്ത് വാഹനം നിർത്തി. അച്ഛനോട് എന്തു പറയുമെന്ന സംശയത്തോടെയാണ് ഇറങ്ങിയത്. എന്നാൽ ചാന്നാർ ചിരിച്ചുകൊണ്ട് അവനെ അടിമുടി നോക്കി. നിന്റെ വസ്ത്രം എന്താടാ, നനഞ്ഞുണങ്ങിയതുപോലെ, പാൻറ്റിൽ ഉപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ. അത് പിന്നെ. അവൻ പൂർത്തിയാക്കും മുമ്പ് ചാന്നാർ തുടർന്നു. സാരമില്ല, ചൂടുവെള്ളത്തിലൊന്ന് കുളിക്ക്. ഉപ്പുവെള്ളത്തിൽ കുറേ നീന്തിയതല്ലേ. ധ്രുവിൻ്റെ ഉള്ളിൽ ഒരു ചൂണ്ട കൊളുത്ത് വീണു. അച്ഛൻ എല്ലാം അറിഞ്ഞോ? പക്ഷേ മുഖത്ത് അങ്ങനെ ഒരു ഭാവമേ ഇല്ല. അവൻ സിറ്റൗട്ടിലേക്ക് കയറി. ചാന്നാരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമുണ്ടായില്ല. രക്ഷപ്പെടും പോലെ അച്ഛനെ കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ മാറിയ ശബ്ദം കേട്ടു. നിൽക്ക്. ധ്രുവ് നിന്നു. നിനക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും കൂടി അനുവദിച്ചിരിക്കുന്ന സമയം അരമണിക്കൂർ. പിന്നെ നിനക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നിന്റെ ലാപ്ടോപ്പും വസ്ത്രങ്ങളും അടക്കം. ധ്രുവ് സ്തബ്ധനായി. ചാന്നാർ തുടർന്നു. 31 മിനിറ്റിൽ ഇവിടെ നിന്ന് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നീ ഉണ്ടാവും, തിരുവനന്തപുരത്തിന്. അവിടെ നിന്ന് ഫ്ലൈറ്റ് മാർഗം ബാംഗ്ലൂർക്ക്. അച്ഛാ. ഇത്തവണ സംസാരിക്കാതിരിക്കാനായില്ല ധ്രുവിന്. ഞാനിപ്പം പോകുന്നില്ല. ശത്രുക്കളുടെ നടുവിൽ അച്ഛനെയും ഈ കുടുംബത്തെയും വിട്ടിട്ട്. ചാന്നാർ അവിശ്വസനീയ ഭാവത്തിൽ മകനെ തുറച്ചു നോക്കി. ആദ്യമായി അവൻ്റെ ഒച്ച തനിക്ക് മുന്നിൽ ഉയർന്നിരിക്കുന്നു. ധ്രുവിൻ്റെ ശബ്ദം പിന്നെയും വന്നു. അച്ഛൻ കരുതുന്ന പോലെയല്ല ശത്രുക്കൾ. അവരുടെ ശക്തി എന്തെന്ന് അച്ഛനറിയില്ല. മിണ്ടരുത് നീ. അയാൾ മകൻ്റെ നേർക്ക് കൈ ചൂണ്ടി. എന്നെപ്പറ്റി നിനക്കും അറിയില്ല ഒന്നും. ശത്രുവിൻ്റെ ആക്രമണം തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് അടിച്ചു കയറാനും എനിക്കറിയാം. എന്നിട്ടെന്തേ രശ്മിയുടെ മരണം അച്ഛൻ തിരിച്ചറിഞ്ഞില്ല? ഇവിടെ നടന്ന മോഷണം മുൻകൂട്ടി കണ്ടില്ല? അപ്പച്ചിക്കും മണിമോൾക്കും ഹോസ്പിറ്റലിലാകേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല? ചാന്നാർക്ക് ഉത്തരം മുട്ടി. ഉച്ചത്തിലുള്ള അവൻ്റെ സംസാരം കേട്ട് ഭാരതിയമ്മാളും ക്ഷിപ്രയും ഓടി വന്നു. അവർ കണ്ടത് ജ്വലിച്ചു നിൽക്കുന്ന ധ്രുവിനെയാണ്. ഈ വീട്ടിൽ തന്നെ നമുക്ക് നേരെ പ്രയോഗിക്കാൻ ഒരു ആയുധം രാഗി മിനിക്ക് വെച്ചിട്ടുണ്ടെന്ന് ദേവസേനാപതി എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതെന്തെന്ന് എനിക്കറിയണം, കണ്ടെത്തണം. അല്ലാതെ ഒരിടത്തേക്കും ഞാനില്ല. ചാന്നാരെ പോലെ തന്നെ പകച്ചു നിൽക്കുകയാണ് ഭാരതിയമ്മാളും ക്ഷിപ്രയും. എന്താ ധ്രുവിതൊക്കെ? ഭാരതിയമ്മാൾ ചോദിച്ചു. അതിനുത്തരം പറഞ്ഞത് പക്ഷേ വിശ്വരൂപൻ ചാന്നാരാണ്. ഇവൻ കഴിഞ്ഞ രാത്രിയിൽ ദേവസേനാപതിയുമായി കൊമ്പുകോർത്തു. മുന്നിൽ കണ്ടതുപോലെ അയാളെല്ലാം പറഞ്ഞു. ധ്രുവിൻ്റെ കണ്ണുകൾ കുറുകി. ഭാരതിയമ്മാൾ പക്ഷേ നടുങ്ങി. മോനെ, അവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടരാ. വേണ്ടി വന്നാൽ അതിലും തറയാകും അപ്പച്ചി ഞാൻ. അവൻ തല കുടഞ്ഞു. നീ വാ, പറയട്ടെ. അവർ അവൻ്റെ കൈക്ക് പിടിച്ചു, തണുപ്പിക്കാൻ എന്ന മട്ടിൽ. അതിനിടെ ഭാരതി ചാന്നാരെ നോക്കി ഒന്നും പറയേണ്ടെന്ന ഭാവത്തിൽ കണ്ണടച്ചു കാട്ടി.
ഇരുവരും അകത്തേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്നു. ആ നിമിഷം ഗേറ്റ് കടന്ന ഒരു പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. ധ്രുവ് തിരിഞ്ഞു നോക്കി. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പച്ചിയുടെ പിടിപിടി വെച്ച് അവൻ ജീപ്പിൽ ശ്രദ്ധിച്ചു. ഡിവൈഎസ്പി ചന്ദ്രസേനും പോലീസുകാരും. ധ്രുവ് വന്ന XUV-യുടെ പിന്നിൽ പോലീസ് ജീപ്പ് നിന്നു. ചന്ദ്രസേനും സംഘവും വേഗത്തിലിറങ്ങി. വിശ്വരൂപൻ ചാന്നാർക്ക് പന്തിക്കേട് തോന്നി. അയാൾ മുന്നോട്ട് നീങ്ങി. ചന്ദ്രസേനൻ എന്താ രാവിലെ? ലോഹ്യഭാവം അയാൾ ശ്രദ്ധിച്ചില്ല. നോട്ടം ധ്രുവിലായിരുന്നു. അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ സിറ്റൗട്ടിലേക്ക് കയറി. ധ്രുവ്, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? അക്ഷോഭഭാവത്തിലായിരുന്നു ചോദ്യം. ദേവസേനാപതി അറിയാമല്ലോ. അയാളെ കഴിഞ്ഞ രാത്രിയിൽ കാണാനില്ല. നീ അപകടപ്പെടുത്തിയതായി ഞങ്ങൾ സംശയിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നീ അയാളെ തൃക്കുന്നപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയതായി തെളിവുകളുണ്ട്. ചാന്നാർ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ ചന്ദ്രസേനൻ തടഞ്ഞു. മിസ്റ്റർ വിശ്വരൂപൻ, ഇക്കാര്യത്തിൽ ഇടപെടണമെന്നില്ല. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അതിനുള്ള അവസരം കോടതിയിൽ ലഭിക്കും. മുഖത്തടിയേറ്റതുപോലെ ചാന്നാർ വിളറി. അയാൾ ചന്ദ്രസേനെ തുറച്ചു നോക്കി. തീർത്തും അപരിചിതനെ പോലെയായിരുന്നു പെരുമാറ്റം. സേനൻ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. ഷട്ടപ്പ്. ചന്ദ്രസേനൻ്റെ ഭാവം മാറി. ഒരു ക്രിമിനലിൻ്റെ അച്ഛൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്നാൽ നീ അങ്ങോട്ട് എടുക്കടാ. ചാന്നാരുടെ ശബ്ദവും കനത്തു. അച്ഛാ പ്ലീസ്. ധ്രുവ് മുന്നിലേക്ക് കയറിയ ശേഷം ചന്ദ്രസേനൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. സാറിന് എന്നെ കൊണ്ടുപോകണം. ഞാൻ വരാം. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ഇപ്പോൾ പ്രതി എന്ന നിലയിലും എനിക്ക് സാറ് പറഞ്ഞു തരേണ്ട കാര്യങ്ങളുണ്ട്. ചന്ദ്രസേനൻ്റെ പുരികം ചുളിഞ്ഞു. കേരള ജീപ്പിലേക്കെന്ന് പറഞ്ഞ് ആരെയെങ്കിലും പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസ് സിനിമകളിലേയുള്ളൂ. ഇവിടെ ഒരാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി. ഇനി എൻ്റെ അവകാശങ്ങൾ. പരാതിയുടെ പകർപ്പ് സാറ് കാണിച്ചേട്ടെ. അതങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാണിക്കാം. ധ്രുവ ശിരസിടം വരം വെട്ടിച്ചു. അതുപോലല്ലോ സാറേ. ഇനി മറ്റൊരു സംശയം. ആരാണ് പരാതി തന്നത്? സേനാപതിയുടെ ഭാര്യ. ഞാൻ അയാളെ അപകടപ്പെടുത്തിയെന്ന സംശയമൊക്കെ കാരണം നീ അയാളെ അവിടേക്ക് വിളിച്ചതുകൊണ്ട്. എന്താ ഞാൻ വിളിച്ചെന്നുള്ളതിൻ്റെ തെളിവ്? സൈബർ സെല്ലിൽ നിന്ന് അതിൻ്റെ ടേപ്പുകൾ നിങ്ങൾക്ക് കിട്ടിയോ? എൻ്റെ ശബ്ദം അടങ്ങിയത്? അതോ സേനാപതിയുടെ ഫോണിൽ നിന്ന് എൻ്റെ നമ്പർ നിങ്ങൾക്ക് ലഭിച്ചോ? ഉത്തരം മുട്ടുന്നത് പോലെ തോന്നി ചന്ദ്രസേനന്. ധ്രുവ് ചിരിച്ചു. എനിക്ക് തെറ്റി. കാണാനില്ലാത്ത ആളിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? അല്ലേ സാറേ? ചന്ദ്രസേന ശരിക്കും പതറിത്തിറങ്ങി. ധ്രുവ വീണ്ടും തിരക്കി. അത് പോകട്ടെ സാറേ, മറ്റൊന്നു കൂടി ചോദിച്ചോട്ടെ. ഇവിടെ കാണാതായിരിക്കുന്നത് ഒരു മന്ത്രിയെയോ ഉദ്യോഗസ്ഥ പ്രമാണിയെയോ ഒന്നുമല്ലല്ലോ. ഒരു സാധാരണ കള്ളു കച്ചവടക്കാരൻ്റെ മാൻ മിസ്സിംഗ് കേസ്. അതന്വേഷിക്കാൻ SIയെയോ CIയെയോ പോലും ഇടാതെ സാറ് തന്നെ ഇറങ്ങി തിരിച്ചതിന് പിന്നിലുള്ള ഛേദവികാരം എന്താണ്? ധ്രുവ്, നീ അതിര് കടക്കുന്നു. ചന്ദ്രസേനൻ പ്രതിരോധിക്കാൻ വേറെ വാക്കുകൾ കിട്ടാതെ ശബ്ദമുയർത്തി. അപ്പോൾ ചാന്നാർ വീണ്ടും ഇടപെട്ടു. ഷ്, ഇനി നീ ഒച്ചവെക്കല്ലേ സാന. ധ്രുവിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുക നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇവനെ ഞാൻ തന്നെ പിടിച്ച് നിൻ്റെ ജീപ്പിലേക്ക് ഇട്ട് തന്നേനെ. അതുകൊണ്ട് നീ ചെല്ല്. ഇവനെതിരെയുള്ള തെളിവുകളുമായിട്ട് വാ. അല്ലെങ്കിൽ സേനാപതിയുടെ ശവം കാണിക്കേ. ചാന്നാർ പുറത്തേക്ക് കൈ ചൂണ്ടി. കുനിഞ്ഞ ശിരസോടെ ഇറങ്ങാനേ കഴിഞ്ഞുള്ളൂ ചന്ദ്രസേനന്. അപ്പോൾ ധ്രുവിൻ്റെ ശബ്ദം പിന്തുടർന്നു ചെന്നു. സേനൻ സാർ, എനിക്കെതിരെ കിട്ടിയിരിക്കുന്ന പരാതി അങ്ങനെ തന്നെ വച്ചേക്കണം. പിന്നെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് സേനാപതിയോട് പറഞ്ഞേക്കണം. ഞാൻ തന്നെ അവിടെ വന്ന് അവനെ പൊക്കുകയും പറഞ്ഞിരിക്കുന്ന പരാതി പോലെ അവനെ തീർക്കുകയും ചെയ്യുമെന്ന്. ധ്രുവ്. അതുവരെ മിണ്ടാതെ നിന്നിരുന്ന ഭാരതി അമ്മാൾ അവൻ്റെ തോളിൽ പിടിച്ചു. ചന്ദ്രസേനനും സംഘവും ഒന്നും മിണ്ടാതെ മടങ്ങി. ധ്രുവും ഭാരതി അമ്മാളും അകത്തേക്ക് നടക്കുമ്പോൾ വിശ്വരൂപൻ ചാന്നാർ വീണ്ടും പറഞ്ഞു. നിൻ്റെ ഇപ്പോഴത്തെ യാത്രയെ മാറിയിട്ടുള്ളൂ. ഉച്ച കഴിഞ്ഞ് നീ പോയിരിക്കും. ഏട്ടാ. ഭാരതി അമ്മാൾ തിരിഞ്ഞു താക്കിയതുപോലെ അയാളെ നോക്കി. പിന്നെ ധ്രുവനോട് പറഞ്ഞു. മോൻ വാടാ. അപ്പോൾ കേട്ടു പുറത്ത് നിലവിളി പോലെ ഒരു ശബ്ദം. അങ്ങത്തെ. ഏവരും ഒന്നിച്ചു തിരിഞ്ഞു. യാക്കൂബ്. എന്താടാ? ചാന്നാർക്ക് എന്തോ ആപത്തും മണത്തു. അവിടെ തൃക്കുന്നപ്പുഴ കടലോരത്ത് ദേവസേനാപതിയുടെ ശവം. ഇരുമിഞ്ഞൽ കാതിലേക്ക് പുളഞ്ഞിറങ്ങിയതുപോലെ ധ്രുവ പതറി. മറ്റുള്ളവരും. എന്താ പറഞ്ഞത്? ബദിരനായതുപോലെ വിശ്വരൂപൻ ചാന്നാർ യാക്കൂബിനെ തുറച്ചു നോക്കി. അയാൾ ധ്രുവിനെയും ഭാരതി അമ്മാളെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വിശദീകരിച്ചു. അങ്ങത്തെ, ആ സേനാപതിയിലെ അയാളെ ആരോ കൊന്നു തൃക്കുന്നപ്പുഴ കടലോരത്ത് തെങ്ങിൻ തോപ്പിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ചാന്നാർ ധ്രുവിന് നേരെ തിരിഞ്ഞു, കുറ്റവാളിയെ നോക്കുന്ന പോലെ. ഞാനല്ല ചാ. അവൻ ശരിക്കും പതറി. പിന്നെ ആരാടാ? എനിക്കറിയില്ല. വിശ്വസിക്കുവാൻ കഴിയാത്ത പോലെ ചാന്നാർ തലകുടഞ്ഞു. പിന്നെ നീ നേരം പുലരുന്നതുവരെ എവിടെയായിരുന്നു? അത് കരയിൽ നിന്നവർ പോകാതെ എനിക്ക് മടങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും നീ സർവ്വതം തകർത്ത് കളഞ്ഞല്ലോടാ. ജോഷത്തോടെ ചാന്നാർ മുറ്റത്തേക്ക് കുതിച്ചിറങ്ങി. യാക്കൂബിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അയാളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചു. യാക്കൂബേ. കടൽ ഭിത്തിയിൽ തിരയടിക്കുന്ന പോലെയുള്ള ഒച്ച. സത്യമേ പറയാവോ എന്നോട്? ആരാണ് ആ കൊലയ്ക്ക് പിന്നിൽ? യാക്കൂബിൻ്റെ കണ്ണു തള്ളി. സത്യമായിട്ട് ഞങ്ങൾ ആരുമല്ല അങ്ങത്തെ. ചാന്നാരുടെ മുഖം മുറുക്കി. നിങ്ങൾ 3 പേരല്ലേ ഇന്നലെ ഇവനോടൊപ്പം പോയത്? അത് നേരാ. എന്നാൽ കൊന്നത് ഞങ്ങൾ ആരുമല്ല. പക്ഷേ. കായൽക്കാറ്റിൽ വിറക്കൊള്ളുന്നതുപോലെ അയാളുടെ മുടിയിഴകൾ ഇളകി. എന്തു പക്ഷേ? കൊച്ചങ്കത്തും സേനാപതിയും തമ്മിൽ അടി നടന്ന ഭാഗത്താണ് ശവം കുഴിച്ചിട്ടിരിക്കുന്നത് പോലും. അത് കേട്ട് ധ്രുവ് അസ്വസ്ഥനായി.
ഡിവൈഎസ്പി ചന്ദ്രസേനൻ ഇങ്ങോട്ട് തന്നെ വരും എന്ന കാര്യത്തിൽ അവന് തർക്കമില്ല. ഭാരതി അമ്മാൾ ധ്രുവിനെ നോക്കി. ഇവൻ്റെ ഭാവി, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് എല്ലാം നശിച്ചില്ലേട്ടാ. അപ്പച്ചി, ഞാനല്ല. അവൻ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. അവർ മിണ്ടരുത്. അവർ കൈ ചൂണ്ടി. എനിക്കും മേഡനുമൊക്കെ നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അതൊക്കെ പോയി. അവരുടെ അഭാവം ധ്രുവിനെ മാത്രമല്ല ചാന്നാരെയും വിസ്മയിപ്പിച്ചു. ഭാരതി, ഒന്നുമില്ലടി, നീ ഒന്നടങ്ങ്. ചാന്നാർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടെ തിരിഞ്ഞ് ധ്രുവിനോട് കൽപ്പിച്ചു. നീ പോലീസിന് പിടികൊടുക്കരുത്. നമുക്ക് വേണ്ടത് ചെയ്യാം. പൊടുന്നനെ ധ്രുവിൻ്റെ ഭാവം മാറി. എന്നെ എന്തിനു പോലീസ് പിടിക്കണം? അതിനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ അവർ തെളിവുകളുമായിട്ട് വരട്ടെ. അല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇത് വെള്ളരിക്കപ്പെടണമെന്നുമല്ലല്ലോ. ചാന്നാർ മകനെ തുറച്ചു നോക്കി. അവൻ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട. അച്ഛൻ്റെയും അപ്പച്ചിയുടെയും വിശ്വാസം, അതുമതി. ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഡിവൈഎസ്പി ചന്ദ്രസേനല്ല, അയാളേക്കാൾ വലിയ വന്നാലും എന്നെ ഒന്നും ചെയ്യില്ല. ചാന്നാരുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. അയാൾ വന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. എനിക്ക് നിന്നെ വിശ്വാസമാ. ധ്രുവ് പുഞ്ചിരിച്ചു. ആ നേരത്ത് തൃക്കുന്നപ്പുഴയിൽ ദേവസേനാപതിയുടെ ശവം മാന്തിയെടുക്കുകയായിരുന്നു. ഇളകിക്കിടക്കുന്ന മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മരവിച്ച കൈപ്പത്തി. വിവരമറിഞ്ഞ ജനം ഓടിക്കൂടി. CI അനന്തമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പാഞ്ഞെത്തി. അനന്തമൂർത്തി തൊഴിലാളികളെ കൊണ്ട് മണ്ണ് നീക്കിച്ചു. ദേവസേനാപതിയുടെ ശവം. വിറച്ചുപോയി അനന്തമൂർത്തി. അയാളുടെ ഷർട്ട് കീറി പറഞ്ഞിരുന്നു. തുറിച്ച കണ്ണുകൾ, മുഖം മാന്തി കീറിയതുപോലെ. അനന്തമൂർത്തി വേഗം ഡിവൈഎസ്പി ചന്ദ്രസേനനെ വിവരമറിയിച്ചു. 15 മിനിറ്റിനുള്ളിൽ അയാൾ എത്തി. അനന്തമൂർത്തി അയാൾക്ക് മുമ്പിൽ അറ്റൻഷനായി. ജനത്തെ മാറ്റ്, ചന്ദ്രസേനൻ കൽപ്പിച്ചു. അങ്ങോട്ട് മാറണടാ. പോലീസ് അവരെ വിരട്ടിയകറ്റി. സേനാപതിയുടെ ജഡത്തിലേക്ക് നോക്കിക്കൊണ്ട് ചന്ദ്രസേനൻ തലയിൽ നിന്ന് തൊപ്പിയെടുത്തിട്ട് ഒരു നിമിഷം നിന്നു. മൂർത്തി. സാർ. അനന്തമൂർത്തി ആ മുഖത്തേക്ക് നോക്കി. ബോഡി പുറത്തെടുക്ക്. സാർ. പരിസരവാസികളെ ക്വസ്റ്റ്യൻ ചെയ്തോ? സാർ, അവരാരൊന്നും കണ്ടിട്ടില്ല. ചന്ദ്രസേനൻ അമർത്തി മൂളി. അടുത്ത നിമിഷം ഒരു തൂവെള്ള സ്ക്വാഡ ഒക്ടോവിയ കാർ അവിടെ ബ്രേക്കിട്ടു. അതിൻ്റെ പിൻസീറ്റിൽ നിന്ന് ഭ്രാന്തനെ പോലെ MLA ശ്രീനിവാസൻ ഇറങ്ങി. ചന്ദ്രസേന. അയാൾ വേഗം വന്നു. സേനാപതിയുടെ ശരീരത്തിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. അമർത്തി ഒരു നിലവിളിയോടെ അയാൾ കർച്ചീഫെടുത്ത് മുഖം പൊത്തി. എനിക്കിത് കാണാൻ വയ്യ ചന്ദ്രസേന. എന്നാൽ ഇത് ചെയ്തത് ആരായാലും അവരെ എനിക്ക് വേണം. അയാൾ ശബ്ദം താഴ്ത്തി. കണ്ടെത്തി കഴിഞ്ഞാൽ ലോക്കപ്പിലേക്കല്ല കൊണ്ടുപോകേണ്ടത്, എൻ്റെ മുന്നിലെത്തിക്കണം. സാർ, ജനങ്ങൾ ശ്രദ്ധിക്കുന്നു. ചന്ദ്രസേനൻ ഓർമ്മപ്പെടുത്തി. മൃതദേഹം കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി. പെട്ടെന്ന് അനന്തമൂർത്തി കൈയും ചൂണ്ടി. സാർ, ഇത് കണ്ടോ? ചന്ദ്രസേനൻ നോക്കി. സേനാപതിയെ ചുരുട്ടിപ്പിടിച്ച വലത് കൈയിൽ ഏതാനും നീണ്ട മുടിയിഴകൾ. ചന്ദ്രസേനനും ശ്രീനിവാസനും പരസ്പരം നോക്കി. കൊല ചെയ്തത് ഒരു സ്ത്രീയോ? ധ്രുവ് ഈ കേസിൽ നിന്ന് വഴുതി പോകുമെന്ന് ചന്ദ്രസേനന് തോന്നി. സേനാപതിയുടെ തലയ്ക്ക് പിന്നിൽ ചോരയും മണ്ണും കുഴഞ്ഞു പറ്റിയിരിക്കുന്നത് അവർ കണ്ടു. കുഴിക്കുള്ളിലുമുണ്ട് ചോര കലർന്ന മണ്ണ്. എന്നാൽ പരിസരത്ത് ഒരിടത്തും ചോര തുള്ളികളില്ല. അതിനർത്ഥം ആദ്യം കുഴിയെടുത്തിട്ട് സേനാപതിയെ അതിനുള്ളിലേക്ക് തലയ്ക്കടിച്ച് വീഴ്ത്തിയതാണോ? ചന്ദ്രസേനൻ ഡോഗ് സ്ക്വാഡ് വരുവാൻ വേണ്ട ചെയ്തു. 11 മണി. ധ്രുവ് തൻ്റെ മുറിയിലൂടെ ചിന്താധീനനായി അങ്ങിങ്ങ് നടക്കുകയാണ്. പെട്ടെന്ന് ഭാരതി അമ്മാൾ അവിടേക്ക് വന്നു. കണ്ണുകളിൽ അപ്പോഴും ഒരു ശോകഭാവം. അപ്പച്ചി. അവൻ നടത്തം നിർത്തി. ഏട്ടൻ വലിയ വിഷമത്തിലാടാ. ഈ പുറത്തു കാണിക്കുന്ന ധൈര്യമൊന്നുമില്ല ആ മനസ്സിൽ, എനിക്കറിയാം. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ അപ്പച്ചി? അവനും വിഷമം തോന്നി. അതും ഒരു കാരണമാവാം. എന്നാൽ നീ ഈ നാട്ടിൽ നിൽക്കുന്നതാണ് ഏട്ടൻ്റെ ഏറ്റവും വലിയ പ്രയാസം. അക്കാര്യം എന്നോട് പറഞ്ഞു. അതിന് ഞാൻ. ധ്രുവ് പൂർത്തിയാക്കും മുമ്പ് ഭാരതി അമ്മാൾ തുടർന്നു. ശത്രുക്കൾ നിന്നെ ഉന്നം വയ്ക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. നിന്റെ പ്രൊബേഷൻ പീരീഡ് കഴിയാതെ കേസോ മറ്റോ വന്നാൽ. അവൻ തലകുലുക്കി. ഞാൻ എന്തു വേണം അപ്പച്ചി പറ. ഏട്ടൻ പറഞ്ഞതുപോലെ നീ ബാംഗ്ലൂർക്ക് പോകണം. സേനാപതിയുടെ ഘാതകരെ പോലീസ് കണ്ടുപിടിക്കട്ടെ. അതിനുശേഷം വന്നാൽ മതി. എന്നാലും അപ്പച്ചി. അവർ അവൻ്റെ വാപ്പൊത്തി. ഞാൻ പറയുന്നത് നീ അനുസരിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അവസാനം മനസ്സില്ല മനസ്സോടെ അവൻ സമ്മതിച്ചു. ഭാരതി അമ്മാളിനും സന്തോഷമായി. പൂമുഖത്തുണ്ടായിരുന്നു വിശ്വരൂപൻ ചാന്നാർ. പത്രം വായിക്കുന്ന ഭാവത്തിൽ. അവൻ അടുത്തെത്തിയതറിഞ്ഞു മുഖം ഉയർത്തി. ദേ, സുനാമി പോലെ ഒന്നുണ്ടാകുമെന്ന്. ചന്ദ്രനും ഭൂമിയും അടുക്കുന്ന സൂപ്പർ മൂൺ പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ്. കടൽ ഉൾവലിയാനും ആഞ്ഞടിക്കാനും സാധ്യത പോലും. ധ്രുവ് ഒന്ന് മോളി. പിന്നെ പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർക്ക് പോകാം അച്ഛാ. നല്ലത്. പത്രം ടീപ്പോയിലിട്ടിട്ട് ചാന്നാർ എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തോളിൽ കൈവച്ചു. പക്ഷേ അച്ഛനിവിടെ ഒറ്റയ്ക്ക്? ചാന്നാർ ചിരിച്ചു. അച്ഛനെ ഇനിയും നീ ഒരുപാട് അറിയാനുണ്ട്. അത് വിട്. നിൻ്റെ യാത്ര ഫ്ലൈറ്റിലോ ട്രെയിനിലോ? ട്രെയിനിൽ. അപ്പോൾ തന്നെ ചാന്നാർ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ അറിഞ്ഞു ഉച്ചയ്ക്ക് പോകേണ്ട ഐലൻഡ് എക്സ്പ്രസ് ലേറ്റാണ്. രാത്രിയോടെ മാത്രമേ കായംകുളത്തെത്തൂ. എങ്കിൽ നിനക്ക് ഫ്ലൈറ്റിൽ പോയിക്കൂടെ? ചാന്നാർ അവനെ നോക്കി. വേണ്ട ചാ, രാത്രിയായാലും സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തണ്ടേ? അത് നേരായിട്ടാ, ഭാരതി അമ്മാൾ പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സൂപ്പർ മൂണിൻ്റെ പ്രഭാവം കടലിൽ ദൃശ്യമായി തുടങ്ങി. അതിൻ്റെ അലകൾ കായലിലും പ്രകടമായി. 5 മണിയായപ്പോൾ ധ്രുവ് മണിമോളുടെ മുറിയിലെത്തി. ക്ഷിപ്രയും ഉണ്ടായിരുന്നു അവിടെ. ഏട്ടൻ ഇന്ന് പോകുക മോളെ, പെട്ടെന്ന് തിരിച്ചു വരാം. അവൻ മണിമോളുടെ കയ്യിൽ പതുക്കെ തടവി. അവളുടെ കണ്ണുകളിൽ ഒരു നനവ് പടരുന്നത് അവൻ കണ്ടു. മണിമോൾക്ക് കാര്യമായ മാറ്റമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
ധ്രുവ് ഇടയ്ക്ക് തൻ്റെ ഫോണിലെ നെറ്റിലൂടെ നാഷണൽ ട്രെയിൻ എൻക്വയറി സൈറ്റ് പരിശോധിച്ചു. ഐലൻഡ് എക്സ്പ്രസ് രാത്രി 10:30 മണിക്ക് കായംകുളത്ത് എത്തുമെന്ന് ഉറപ്പാക്കി. നെറ്റ് വഴി തൽക്കാലിൽ അവൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നു. 10 മണി. ചാന്നാർ ധ്രുവിനെ കായംകുളത്തിന് കൊണ്ടുപോകാൻ നേരത്ത് ഭാരതി അമ്മാളും ഒപ്പം കൂടി. ഏട്ടൻ ഒറ്റയ്ക്ക് തിരിച്ചു പോരണ്ട. നിനക്കും പേടിയായി തുടങ്ങിയോ? പേടി കൊണ്ടല്ല ഏട്ടാ. അവർ ചിരിക്കാൻ ശ്രമിച്ചു. മാനം മൂടിക്കെട്ടി കിടക്കുകയായിരുന്നു. ട്രെയിൻ വൈകിയത് കാരണം റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്ക്. അച്ഛാ. ധ്രുവ് ചാന്നാറിൻ്റെ കരം കവർന്നു. എന്താടാ? ചാന്നാർ അത്ഭുതത്തോടെ അവനെ നോക്കി. അച്ഛൻ സൂക്ഷിക്കണം, ചുറ്റും ശത്രുക്കളാണ്. അവൻ്റെ ഒച്ച ചിലമ്പി. മോനെ. അപ്പോൾ ചാന്നാറിൻ്റെ മനസ്സും വല്ലാതെ ഒന്നുലഞ്ഞു. നിന്റെ മനസ്സ് എനിക്കറിയാം. അച്ഛനെ ആരോ ഒന്നും ചെയ്യില്ലടാ. വലിയ അഴിക്കൽ ജനങ്ങൾ മുഴുവനില്ലേടാ എൻ്റെ കൂടെ. ഒരെന്നാലുമില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇതിൻ്റെ ഇരട്ടി ശക്തിയിൽ ഞാനുണ്ടാവും വീട്ടിൽ. ചിലപ്പോൾ ഇവനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ. ഭാരതി അമ്മാൾ കളിയാക്കി. ധ്രുവ് കർച്ചീഫെടുത്ത് ആരും ശ്രദ്ധിക്കാതെ കണ്ണുകളൊപ്പി. പെട്ടെന്ന് ഭാരതി അമ്മാളുടെ ഫോൺ ശബ്ദിച്ചു. തിരക്കിൽ നിന്ന് ഇത്തിരി മാറി നിന്ന് അവർ അറ്റൻഡ് ചെയ്തു. ഇത്തിരി നേരത്തെ സംസാരം. ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. പെട്ടെന്ന് ഭാരതി കാൾ കട്ട് ചെയ്തുകൊണ്ട് അവർക്കടുത്തെത്തി. ക്ഷിപ്രമോള വിളിച്ചത്. നമ്മൾ പെട്ടെന്നങ്ങ് ചെല്ലണമെന്ന്. കടൽക്ഷോഭം കൂടുകയാണ്. അവൾക്ക് പേടി തോന്നുന്നെന്ന്. മഴ ചാറാൻ തുടങ്ങി. എങ്കിൽ നിങ്ങൾ പോയിക്കോ. 15 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരുമല്ലോ. ധ്രുവം അച്ഛനെ നോക്കി. കഴിഞ്ഞ തവണ സുനാമി ഉണ്ടായപ്പോൾ ഉദയാസ്തമയത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുകൂടിയും തിര കുത്തി മറിഞ്ഞു വന്നിരുന്നു. ചാന്നാർ മകൻ്റെ കൈപ്പിടിച്ച് മുറുക്കി. പോട്ടടാ. നിനക്ക് വിഷമം തോന്നുകയാണെങ്കിൽ അടുത്ത മാസം ഇങ്ങോട്ട് പോരെ. ശരിയച്ചാ. അവന് സന്തോഷമായി. ഭാരതി അമ്മാളും അവനെ നോക്കി തലയാട്ടി. പിന്നെ ഇരുവരും മഴച്ചാറ്റിലൂടെ കാറിന് നേരെ വേഗം പോയി. മഴ കനത്തു. ധ്രുവ് എന്തോ ചിന്തിച്ചിട്ട് ക്ഷിപ്രയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഏട്ടാ. പെട്ടെന്ന് അവൾ ഫോൺ എടുത്തു. എന്താ നിനക്ക് ഇത്ര പേടി? പേടിയോ? അവളുടെ സ്വരത്തിൽ അത്ഭുതം. എന്താ ഏട്ടൻ അങ്ങനെ ചോദിച്ചത്? നീ പിന്നെ അപ്പച്ചിയെ വിളിച്ചതോ? ഞാനെങ്ങും വിളിച്ചില്ലല്ലോ. ശരി, എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ധ്രുവിന് എന്തോ ആപത്ത് തോന്നി. അവൻ ഭാരതി അമ്മാളുടെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ്. അവൻ അച്ഛൻ്റെ ഫോണിലേക്ക് കാളയച്ചു. അറ്റൻഡ് ചെയ്തത് ഭാരതിയാണ്. അപ്പച്ചി, ഞാനാ. ഹലോ, ആരാ? അപ്പുറത്ത് ഒന്നും കേൾക്കുന്നില്ലെന്ന് തോന്നി. ശേഷം കോൾ മുറിഞ്ഞു. ആരായിരുന്നു? മുന്നിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ചാന്നാർ തിരക്കി. ഒന്നും ശരിക്ക് കാണാൻ വയ്യ. തുള്ളിക്ക് ഒരു കുടം എന്ന മട്ടിൽ മഴ തകർക്കുകയാണ്. വൈപ്പറുകളുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയതുപോലെ. ധ്രുവായിരുന്നു. ട്രെയിൻ വന്നെന്ന് പറയാൻ വിളിച്ചതാവും. ഒന്നും കേൾക്കാൻ പറ്റിയില്ല മഴ കാരണം. അവർ ചാന്നാരുടെ ഫോൺ കയ്യിൽ തന്നെ വെച്ചു. ഈ നശിച്ച മഴ. ഇതും സൂപ്പർ മൂണിൻ്റെ ഭാഗമാകും. ഏതായാലും ബോട്ടുകളൊന്നും കടലിൽ പോകാഞ്ഞത് ഭാഗ്യമായി. കാർ പുല്ലുകുളങ്ങര പിന്നിട്ട് കൊച്ചിയുടെ ജെട്ടിപ്പാലത്തിലേക്ക് കയറി. പൊടുന്നനെ വഴിവിളക്കുകളും അണഞ്ഞു. കനത്ത കാറ്റ്. കാർ പാലത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പെട്ടെന്ന് എതിരെ ഹെഡ്ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും ഒന്നിച്ചിട്ടുകൊണ്ട് 2 വാഹനങ്ങൾ പാഞ്ഞെത്തി. നാശം. അവന്മാർ നേരെ വരികയാണല്ലോ. ചാന്നാർ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്തുകൊണ്ട് ഹോൺ നീട്ടിയടിച്ചു. അടുത്ത നിമിഷം മുന്നിൽ വന്ന 2 വാഹനങ്ങളും റോഡിന് നടുവിൽ ഇരുവശത്തേക്കും തിരിഞ്ഞു ബ്രേക്കിട്ടു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി ആകൃതിയിൽ. ഭാരതി. ചാന്നാർ അപകടം തിരിച്ചറിഞ്ഞതുപോലെ വിളിച്ചുകൊണ്ട് കാർ ബ്രേക്കിട്ടു. വാഹനങ്ങളൊന്നും ലൈറ്റുകൾ അണച്ചില്ല. മുന്നിലൊരു സൈക്കിളിന് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധത്തിലാണ് ആ വാഹനങ്ങളുടെ കിടപ്പ്. ഒരു ടവേരയും ഒരു സ്കോർപിയോയും. റിയർവ്യൂ മിററിൽ വെള്ളമടിച്ചപ്പോൾ ചാന്നാർ അവിടേക്കും ശ്രദ്ധിച്ചു. പിന്നിലൂടെയും ഒരു വാഹനം വന്ന് റോഡിൽ വട്ടം തിരിയുന്നു. ചാന്നാർ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ഹോൺ ഒന്നുകൂടി നീട്ടിയടിച്ചു. പ്രതികരണമില്ല. മഴയ്ക്ക് പിന്നെയും ശക്തി കൂടി. കാറ്റിനും. മഴത്തുള്ളികൾ ചരൽ പോലെ പറക്കുന്നത് ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ചാന്നാർ കണ്ടു. ഭാരതി, എന്തു വന്നാലും നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്. ചാന്നാർ ഡോർ തുറന്നു മഴയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് മുന്നിലും പിന്നിലുമുള്ള വാഹനങ്ങളുടെ ഡോർ തുറക്കപ്പെട്ടു. അവയിൽ നിന്നും ചിലർ ഇറങ്ങി. മിന്നൽ വേഗത്തിൽ അവർ ചാന്നാരെ വളഞ്ഞു. മുഖത്തുകൂടി ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിനിടയിലൂടെ ചാന്നാർ അവരെ കണ്ടു. MLA ശ്രീനിവാസൻ, താൻ നാടുകടത്തിയ SI അലക്സ് ബെഞ്ചമിൻ, പിന്നെ നകുൽ. 10ഓളം ഗുണ്ടകൾ. എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വിശ്വരൂപൻ ചാന്നാർ ശ്രീനിവാസനെ നോക്കി. കൊള്ളാം ശ്രീനിവാസ, നീ ഈ അർദ്ധരാത്രിയിൽ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് അല്ലേ? അതേടാ, ചുമ്മാതെ കാണാനല്ല, കൊന്ന് സേനാപതിക്ക് ഒരു കൂട്ടിനെ അയക്കാനാ. ചാന്നാർ പതറിയില്ല. അതിന് നിനക്കും നിന്റെ കൂടെ നിൽക്കുന്ന ഇവന്മാർക്കോ ആകുമോടാ? ചാന്നാർ ഗർജിച്ചു. ഒറ്റയ്ക്കോ കൂട്ടമായോ ഒന്ന് വന്നു നോക്ക്. അയാൾ നനഞ്ഞ ഷർട്ടിൻ്റെ കൈകൾ ഒന്ന് തെറുത്തു കയറ്റി. അങ്ങത്തെ പരിഹാസഭാവത്തിൽ അലക്സ് ബെഞ്ചമിൻ വിളിച്ചു. ഇങ്ങനെ തന്നെ ഒന്ന് കിട്ടാനാ ഞാൻ മാറി നിന്നത്, അല്ലാതെ തന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അത് മനസ്സിലായി. കാരണം അന്ന് നീ മോങ്ങിയത് ഇപ്പോഴെൻ്റെ കാതിലുണ്ട് ബെഞ്ചമിൻ. അലക്സ് ബെഞ്ചമിൻ ഒന്ന് വിളറി. നകുൽ ഒരടി മുന്നോട്ട് നീങ്ങി. എന്നെ അറിയുമല്ലോ നിങ്ങൾ. ചാന്നാരുടെ പുരികങ്ങൾ കൂട്ടിമുട്ടി. എൻ്റെ പത്മത്തെ കൊന്ന നിന്നെ പിന്നെ ഞാൻ മറക്കുമോടാ? ചോദിച്ചതും ഒറ്റ കുതിപ്പായിരുന്നു ചാന്നാർ. മുന്നിൽ വരുന്ന തടസ്സം അതെന്തായാലും നീക്കാൻ എനിക്കറിയാമടാ. ശ്രീനിവാസനും അലക്സ് ബെഞ്ചമിനും ഗുണ്ടകളോ ഒരു മാത്രം ശബ്ദരായി. ചാന്നാർ റോഡിൽ ചാടി ഉയരുന്നതും കാൽപ്പത്തി കൊണ്ട് പടക്കം പൊട്ടുന്ന ഒച്ചയിൽ നകുലിൻ്റെ കവളിൽ അടിയേൽപ്പിക്കുന്നതുമാണ് അവർ കണ്ടത്. നകുൽ ഒന്ന് വട്ടം കറങ്ങി പാലത്തിൻ്റെ കൈവരയിലേക്ക് ചാരി.
ഞൊടിയിടയിൽ ചാന്നാർ വെട്ടിത്തിരിഞ്ഞു. ശ്രീനിവാസിൻ്റെ നെഞ്ചിടക്ക് ഇടിച്ചു. ഒപ്പം അയാളുടെ തല പിടിച്ച് ടവേരയുടെ ഗ്രില്ലിലേക്കും ഒടിയിടി. കൊല്ലടാ! ശ്രീനിവാസൻ അലറി. മിന്നൽ വേഗത്തിൽ ചാന്നാർ ഷർട്ടിനടിയിൽ നിന്ന് ഒരു പിസ്റ്റൾ വലിച്ചെടുത്തു. ശ്രീനിവാസിൻ്റെ ശിരസിന് പിന്നിൽ അമർത്തി. അയാൾ നിവരാൻ പോലും സമ്മതിക്കാതെ വണ്ടിയിൽ അമർത്തി പിടിച്ചു. ഇനി ആരെങ്കിലും അനങ്ങിയാൽ കായംകുളം മണ്ഡലത്തിൽ ബൈ-ഇലക്ഷൻ വേണ്ടിവരും. ആ മുന്നറിയിപ്പിന് മുന്നിൽ സകലരും ഒന്ന് പരുങ്ങി. ചാന്നാർ ശ്രീനിവാസിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു. പൊക്കി നകുലിന് നേരെ തള്ളി. ശേഷം ഇരുവരെയും ഒരുമിച്ച് പാലത്തിൻ്റെ കൈവരിയിലേക്ക് ചവിട്ടി അമർത്തി. ഇവനാരാ ശ്രീനിവാസ, ഈ നകുൽ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. മഴയിലും കാറ്റിലും അയാളുടെ ശബ്ദം മുഴങ്ങി. നകുൽ പെട്ടെന്ന് ശ്രീനിവാസിനെ തൻ്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റി. ശേഷം ചാന്നാറിൻ്റെ പിസ്റ്റളിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു. താൻ വലിയ വീരനല്ലേ? പറ്റുമെങ്കിൽ എൻ്റെ നെഞ്ചിലേക്ക് വൈക്ക് വെടി. താൻ തന്തയ്ക്ക് പിറന്നവനാണെന്ന് ഞാൻ പറയാം. ചാന്നാർക്ക് കലി ഇളക്കി. അയാൾ അവൻ്റെ നെഞ്ചിന് നേരെ പിസ്റ്റൾ ചൂണ്ടി. മരിക്കാനാ നിനക്ക് യോഗം. എൻ്റെ പത്മത്തിൻ്റെ ജീവന് ഒരു കണക്ക് തീർക്കൽ. ചാന്നാർ മുരണ്ടു. ഇവിടെ താൻ പതറിയാൽ ഇവർ തന്നെ കൊല്ലുമെന്ന് അയാൾക്കറിയാം. ചാന്നാറിൻ്റെ വിരൽ ട്രിഗറിൽ അമരുന്നത് നകുൽ കണ്ടു. പെട്ടെന്ന് തൻ്റെ പിന്നിലൊരു ഇടിമിന്നൽ പൊളഞ്ഞതുപോലെ ചാന്നാർക്ക് തോന്നി. അവ്യക്തമായൊരു നിലവിളിയോടെ ചാന്നാർ തിരിഞ്ഞു. ഭാരതി! അമ്പരപ്പും ഭീതിയും നിറഞ്ഞ ശബ്ദം. അതെ! ചീറിക്കൊണ്ട് അവർ കത്തി വലിച്ചൂരി. ചാന്നാറിൻ്റെ പുറത്തുനിന്ന് ചോര ചീറ്റി മഴവെള്ളത്തിലേക്ക് വീണു. നീ നീ ചാന്നാർ തിരിഞ്ഞു. നിനക്കെന്താ, ഭ്രാന്ത് പിടിച്ചോ? പിടിച്ചതല്ല, പിടിപ്പിച്ചതാണ് നിങ്ങൾ. പല്ലമർത്തിക്കൊണ്ട് അവർ ഒറ്റ കുത്തുകൂടി ചാന്നാറുടെ വയറ്റിൽ. അതിനിടെ ഭാരതി അമ്മളുടെ ശബ്ദം ചുഴലിക്കാറ്റ് പോലെ കേട്ടു. ദേവസേനാപതി ഇല്ലാത്ത ലോകത്ത് നിങ്ങളും വേണ്ട. എങ്കിൽ നീയും വേണ്ടറി വഞ്ചകി. ചാന്നാർ അവരെ വെടിവയ്ക്കാൻ ഭാവിച്ചു. എന്നാൽ ചാട്ടുള്ളി പോലെ നകുൽ കാലുയർത്തി. ചാന്നാറുടെ പിസ്റ്റൾ കായലിലേക്ക് പറന്നു. അകലെ നിന്ന് ഏതോ വാഹനം വരുന്ന വെളിച്ചം. എടുത്തുകള കായലിൽ, ഭാരതി അമ്മൾ കൽപ്പിച്ചു. ഗുണ്ടകൾ ചാന്നാരെ പിടിച്ചുയർത്തി കൈവരിക്ക് മുകളിലൂടെ കായലിലേക്ക് മറിച്ചു. പക്ഷേ തന്നെ പിടിച്ച രണ്ടുപേരെയും കൊണ്ടാണ് ചാന്നാർ പോയത്. മൂവരും താഴെ വെള്ളത്തിൽ പതിക്കുന്നതിൻ്റെ ഒച്ച അവ്യക്തമായി അവർ കേട്ടു. കാറ്റിനൊപ്പം മഴയ്ക്കും ശക്തി കൂടി. പ്രപഞ്ചം വീണ്ടും കീറുന്നത് പോലെ ഒരു മിന്നൽ. ആ വെളിച്ചം കായൽ പരപ്പിൽ ഒരു മാത്രം തങ്ങി നിന്നു. പാലത്തിൻ്റെ കൈവരിയിലേക്ക് കൈയൂന്നി ഭാരതി അമ്മൾ എത്തി നോക്കി. വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്, അതിൽ ചീങ്കണ്ണികൾ വെട്ടിപ്പൊളയുന്നത് പോലെ ഓളങ്ങളുടെ തിളക്കം. പൊടുന്നനെ തൊട്ടപ്പുറത്ത് കായലിലേക്ക് എന്തോ വീഴുന്ന ഒച്ച. ജലം മുകളിലേക്ക് തെറിക്കുന്നു. ഏവരും അവിടേക്ക് ശ്രദ്ധിച്ചു. ഒന്നുമില്ല. ഇരുളിലൊന്നും വ്യക്തവുമല്ല. അവർ നനഞ്ഞു കുളിക്കുകയാണ്. വസ്ത്രങ്ങൾ ശരീരത്തോടൊട്ടി. അമ്മാളെ! പടിഞ്ഞാറ് നിന്ന് അടുത്തു വരുന്ന വാഹനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് MLA ശ്രീനിവാസൻ വേവലാതിപ്പെട്ടു. നമ്മുടെ 2 പേർ. ചാന്നാറിൻ്റെ പിടിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ? ഭാരതി അമ്മാൾ തിരിഞ്ഞു. നാവനക്ക് മുമ്പ് നകുലിൻ്റെ മറുപടി. പോയവർ പോകട്ടെ. അത് അവരുടെ വിധി. അവരുടെ നഷ്ടം ലക്ഷങ്ങളുടെ രൂപത്തിൽ നൽകും നമ്മൾ അവരുടെ കുടുംബങ്ങൾക്ക്. പിന്നെ ആരും അവരെ തിരക്കില്ല. അത്രയും നേരം ചാന്നാരെ ഭയന്ന് കാറിന് പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു വില്ലേജ് ഓഫീസർ ഹരിലാൽ. ഇപ്പോൾ അയാൾ വെളിച്ചത്തേക്ക് വന്നു. പടിഞ്ഞാറ് നിന്ന് വന്ന വാഹനം പാലത്തിലേക്ക് പ്രവേശിക്കാറായി. എല്ലാവരും വേഗം പോ. ഇവിടെ ഞാൻ മാത്രം മതി. ഭാരതി അമ്മാൾ തിടുക്കം കൂട്ടി. വായിലേക്ക് ഒഴുകിയിറങ്ങിയ വെള്ളം അവർ നീട്ടിത്തുപ്പി. പിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ സംഭവത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ എൻ്റെ പേര് ഒരിടത്തും പരാമർശിപ്പിക്കപ്പെട്ടുകൂടാ. അങ്ങനെ ഉണ്ടായാൽ ഭാരതി അമ്മാളുടെ ശബ്ദം മാറി. പല്ലുകൾ ഞെരിഞ്ഞു. അതാരായാലും കൊന്നുകളയും ഞാൻ. സ്വന്തം സഹോദരൻ്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയവളാണ് ഞാൻ. മറക്കരുത്. പാമ്പ് ചീറ്റുന്നത് പോലെയായിരുന്നു ആ ഒച്ച. ശ്രീനിവാസനും നകുലിനും ഒഴികെയുള്ളവർ വാഹനങ്ങൾക്ക് നേരെ ഓടി. അമ്മാളെ! ധ്രുവ്! ശ്രീനിവാസന് സന്ദേഹം. ഞാൻ കാറിലിരുന്ന് അവരെ വിളിച്ചിരുന്നു. ഞങ്ങളെ ആരോ ആക്രമിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അവൻ ട്രെയിനിൽ കയറിയോ എന്ന് വ്യക്തമല്ല. ശ്രീനിവാസന് മഴയിലൂടെ നടന്നുപോയി. നകുൽ കത്തി കിടക്കുന്ന വാഹനങ്ങളുടെ വെളിച്ചത്തിൽ ഭാരതി അമ്മാളിനെ നോക്കി. അമ്മേ! ഭാരതി അമ്മാൾ ഒന്ന് ഉലഞ്ഞു. എന്താടാ? എൻ്റെ അവസരമാണ് അമ്മ നഷ്ടപ്പെടുത്തിയത്. പ്രതാപിയായ വിശ്വരൂപൻ ചാന്നാരുടെ നെഞ്ചിൽ കത്തി കയറ്റുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. ഭാരതി അമ്മാൾ ചിരിച്ചു. ഇനിയുമുണ്ടല്ലോ ആ വീട്ടിലെ അംഗങ്ങൾ. ധ്രുവടക്കം. നീ പോ വേഗം. അവർ അവനെ തള്ളിപ്പറഞ്ഞു വിട്ടു. 3 വാഹനങ്ങളും തങ്ങൾ വന്നതിൻ്റെ എതിർദിശയിലേക്ക് പാഞ്ഞുപോയി. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വന്ന വാഹനം അവിടെ ഒന്ന് സ്ലോ ചെയ്തു. ഉയർത്തിയ ഗ്ലാസിനുള്ളിലൂടെ ആരോ പുറത്തേക്ക് നോക്കി. പിന്നെ വേഗം ആ കാർ കിഴക്കോട്ട് നീങ്ങി. സംശയത്തോടെ ആ കാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഭാരതി അമ്മാൾ തങ്ങൾ വന്ന കാറിനടുത്തെത്തി. അതിനുള്ളിൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം മിന്നുന്നത് കണ്ടു. ചാന്നാരുടെ ഫോണായിരുന്നു അത്. ഭാരതി അമ്മാൾ സീറ്റിലേക്ക് കയറിയിരുന്ന് അത് എടുക്കുമ്പോഴേക്കും കട്ടായി. അവൾ കാർഡ് ഡീറ്റെയിൽസ് പരിശോധിച്ചു. ധ്രുവിൻ്റെ 22 മിസ്ഡ് കോളുകൾ. അപരിചിതമായ മറ്റൊരു നമ്പറിലും 11 കോളുകൾ. അവരുടെ പുരികം ചുളിഞ്ഞു. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ധ്രുവ് കാളിംഗ്. രോഷത്തോടെ അവർ പുറത്തിറങ്ങി. ശേഷം ഫോൺ കായലിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ ഫോണും കളയുന്നതാണ് നല്ലതെന്നൊരു തോന്നൽ. സിം കാർഡ് എടുത്ത് ബ്ലൗസിനുള്ളിൽ തിരുകിയിട്ട് അവർ ആ ഫോണും കായലിൽ കളഞ്ഞു. ക്രൂരമായ ഒരു ആനന്ദത്തോടെ അവർ പിന്നെയും ചാന്നാരെ കുത്തിമറിച്ച ഭാഗത്തേക്ക് പോയി നിന്നു. വേലിയിറക്കമാണ്. എത്ര വലിയ നീന്തൽക്കാരനും അവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്ന് ഭാരതി അമ്മാളിന് ഉറപ്പുണ്ട്. ആ നേരത്തെ ഒരു ടാക്സി കാറിൽ പാഞ്ഞു വരികയായിരുന്നു ധ്രുവ്. ഛേ! ഇപ്പോൾ അച്ഛൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുമില്ല. അവന് ഉദ്വേഗമേറി. ട്രെയിൻ എത്തിയ നേരത്തായിരുന്നു ഭാരതി അമ്മാളുടെ കാൾ. തലച്ചോറിൽ അപകടത്തിൻ്റെ മിന്നലുണ്ടായ നിമിഷം അവനൊരു ടാക്സിയിൽ മടങ്ങി. ലോകം അവസാനിക്കാൻ പോകുന്നതുപോലെ മുടി എഴിച്ച് കലി തുള്ളുകയാടുകയാണ് പ്രകൃതി.
പാലത്തിൻ്റെ കിഴക്കേ തലക്കിലെത്തിയപ്പോഴേ ധ്രുവ് തങ്ങളുടെ കാർ കണ്ടു. അതിനടുത്ത് നിർത്ത്, അവൻ ഡ്രൈവറോട് അലറി. ഡ്രൈവർ ഭയന്നു പോയി. പിന്നോട്ടൊന്ന് നോക്കിയിട്ട് അയാൾ ബ്രേക്കിട്ടു. ധ്രുവ് മഴയിലേക്ക് ചാടി. ചരൽ പോലെ മഴത്തുള്ളികൾ അവനെ പൊതിഞ്ഞു. കാറിൻ്റെ വെളിച്ചത്തിൽ നനഞ്ഞു കുളിച്ച് കൈവരിയിൽ ചാരി നിൽക്കുന്ന പ്രേതം കണക്കിയ ഒരു രൂപം, ഭാരതി അമ്മാൾ. ധ്രുവ് അവിടേക്ക് ഓടിച്ചെന്നു. അപ്പച്ചി, മോനെ, അവർ നെഞ്ചത്തടിച്ച് വിലപിച്ചു. ഏട്ടൻ, ഏട്ടൻ. അവർ കായലിലേക്ക് കൈ ചൂണ്ടി. ധ്രുവിൻ്റെ നെഞ്ചിനുള്ളിൽ മിന്നലുകൾ പൊളഞ്ഞു. അവൻ അവരുടെ തോളുകളിൽ പിടിച്ചു കുലുക്കി. എന്തുണ്ടായെന്ന് പറയാപ്പച്ചി. മോനെ, ഏട്ടനെ അവർ. ആര്? കിടുങ്ങുകയാണവൻ. അറിയത്തില്ല. അവർ അവനെ അള്ളിപ്പിടിച്ചു. അവർ വല്ലാതെ വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. അവരച്ഛനെ എന്ത് ചെയ്തു, അത് പറ, അവൻ ഗർജിച്ചു. മഴയുടെ ഒച്ചയ്ക്കിടയിലും ആ ശബ്ദം അവിടെ മുഴങ്ങി. കുത്തി. പിന്നെ കായലിൽ. അപ്പോഴേക്കും അവർ ബോധമറ്റ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ധ്രുവിന് കാര്യത്തിൻ്റെ സൂചന കിട്ടി. അച്ഛാ. കായലിലേക്ക് നോക്കി അലറി വിളിച്ചുകൊണ്ട് അവൻ ഭാരതി അമ്മാളിനെ പാലത്തിൻ്റെ കൈവരിയിൽ ചാരിയിരുത്തി. പിന്നെ പെട്ടെന്ന് ഫോണെടുത്ത് മജീദിനെയും യാക്കൂബിനെയും വിളിച്ചു. ലൈൻ കിട്ടിയില്ല. അടുത്തതായി മണവാളിനെ വിളിച്ചു. അവിടെ ബെൽ മുഴങ്ങി. മണവാളൻ ലൈനിൽ വന്നു. കൊച്ചങ്ങത്ത് പോയോ? ഇല്ല മണവാള. നിലവിളി പോലെയായിരുന്നു അവൻ്റെ ശബ്ദം. അച്ഛന് ചതിപ്പറ്റി. ഉടനെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ മുഴുവൻ ബോട്ടുകൾ ഇറക്കി കായലിൽ തിരയണം. ഞാൻ പാലത്തിലുണ്ട്. ഏതാനും വാക്കുകളിൽ അവൻ കാര്യം പറഞ്ഞു. അപ്പുറത്ത് നിന്ന് മണവാളിൻ്റെ കരച്ചിൽ ധ്രുവ് കേട്ടു. ദേ, ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു കൊച്ചങ്ങത്തെ. എന്തോ ചിന്തിച്ചൊരു നിമിഷം നിന്നിട്ട് അവൻ പോലീസിനും ഫയർഫോഴ്സിനും വിവരം നൽകി. പെട്ടെന്ന് പാലത്തിൻ്റെ കിഴക്കേ അറ്റത്തൊരു വണ്ടി പാഞ്ഞു വന്നു നിന്നു. ധ്രുവ വെട്ടിത്തിരിഞ്ഞു. ആ വാഹനം അവിടെ തിരിക്കുന്നു. ശത്രുക്കളാവും. അവൻ അങ്ങോട്ടോടി. അടുത്ത നിമിഷം ആ വണ്ടി തിരിച്ചുപോയി. സാർ, ഞാൻ. ശബ്ദം കേട്ട് ധ്രുവ് തിരിഞ്ഞു. ടാക്സി ഡ്രൈവർ. ഞാൻ നിൽക്കണോ? വേണ്ട. അവൻ പേഴ്സിൽ നിന്ന് കുറേ നോട്ടുകളെടുത്ത് നൽകി. മറ്റൊന്നും തിരക്കാതെ അയാൾ വേഗം മടങ്ങി. തങ്ങളുടെ കാറിൻ്റെ വെളിച്ചം വാങ്ങുന്നത് ധ്രുവ് കണ്ടു. അവൻ എൻജിൻ സ്റ്റാർട്ടാക്കിയിട്ടു. നനഞ്ഞു കൊഴിഞ്ഞിട്ടും ശരീരം ചുട്ടുപൊള്ളുകയാണ്. ധ്രുവ് വീണ്ടും ഭാരതി അമ്മാളുടെ അടുത്തെത്തി. അപ്പച്ചി, അവൻ അവരെ കുലുക്കി വിളിച്ചു. ദുസ്വപ്നം കണ്ടതുപോലെ അവർ കണ്ണുകൾ തുറന്നതും ഒറ്റ നിലവിളി. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ ധ്രുവേ. ഏട്ടൻ പോയടാ. അവർ കൊന്നടാ. ധ്രുവ് തല കുടഞ്ഞു. മുത്തുമണികൾ പോലെ ജലത്തുള്ളികൾ ചിതറി. എത്ര പേരുണ്ടായിരുന്നു അവര്? എങ്ങോട്ടാ പോയത്? ഒരു ജീപ്പ് നിറച്ചുണ്ടായിരുന്നു. നമ്മുടെ കാറിൽ ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ് അവരെ ഏട്ടനെ കുത്തിയത്. ഞാൻ ഇറങ്ങി ഓടി ചെല്ലുമ്പോഴേക്കും അവർ കായലിലേക്ക്. ഷോക്കേറ്റതുപോലെ ധ്രുവ് പിടഞ്ഞു. അവൻ ആ രംഗം മനസ്സിൽ കാണുകയായിരുന്നു. അവർ പോയത് എങ്ങോട്ടാ അപ്പച്ചി? കിഴക്കോട്ട്. ധ്രുവിൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. കുറച്ചു മുന്നിൽ റോഡിൽ എന്തോ തിളങ്ങുന്നു. അവൻ അവിടേക്ക് ഓടിച്ചെന്നു. ഒരു സൈക്കിൾ. സൈക്കിളിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ധ്രുവിൻ്റെ ഉള്ളിൽ ഒരു കാറ്റ് വട്ടം ചുറ്റി. അവൻ ദേഷ്യത്തോടെ ആ സൈക്കിൾ എടുത്ത് കായലിൽ കളഞ്ഞു. പെട്ടെന്ന് കായലിൽ വെളിച്ചം കണ്ടു. ഒപ്പം അവൻ്റെ ഫോണിൽ മണവാളിൻ്റെ കാൾ. കൊച്ചങ്ങത്തെ, ഞങ്ങൾ തിരച്ചിൽ തുടങ്ങി. നിങ്ങൾ ബോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ പാലത്തിന് താഴേക്ക് വരാം. ശരി. ധ്രുവ് ഭാരതി അമ്മാളിനെ താങ്ങിക്കൊണ്ട് പോയി കാറിലിരുത്തി. പിന്നെ പാലത്തിൻ്റെ അടിയിലേക്ക് കായൽ കരയിലേക്ക് ഓടി. 10 മിനിറ്റിനുള്ളിൽ മണവാളം കയറിയ ബോട്ട് അവിടെ എത്തി. കടൽ ഭിത്തിയോട് ചേർന്ന്. ധ്രുവ് അതിലേക്ക് ചാടിക്കയറി. കടലിലേക്ക് കനത്ത കുത്തൊഴുക്ക്. 25 ബോട്ടുകൾ ഒരേ സമയം കായലിൽ അരിച്ചു പെറുക്കി. ചാന്നാർ നീന്തി കരയ്ക്ക് കയറിയോ എന്നറിയുവാൻ ഇരു കരകളിലും ജനങ്ങൾ പ്രത്യേകം നിരീക്ഷിച്ചു. ഒരു ബോട്ടിൽ 5ഉം 6ഉം പേരുണ്ടായിരുന്നു. സമയം കഴിയുകയാണ്. ചാന്നാരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ധ്രുവിന് ഉത്കണ്ഠയും സങ്കടവും കനത്തു. പാലത്തിലേക്ക് പോലീസ് സംഘവും ഫയർഫോഴ്സും പാഞ്ഞെത്തി. ഇരുളും മഴയും. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാറിൽ ഭാരതി അമ്മാളിനെ കണ്ട് അവർ വിവരം തിരക്കി. പിച്ചും പേയും പറയുന്നതുപോലെ അവർ എന്തൊക്കെയോ പറഞ്ഞു. മണവാള, യാക്കൂബും മജീദും എന്തിയെ? ധ്രുവ് ചുറ്റും നോക്കുന്നതിനിടയിൽ തിരക്കി. അതറിയില്ല. 2 പേരും കൂടി രാത്രിയിൽ ഒരു സൈക്കിളിൽ പോയിട്ടുണ്ട്. പെട്ടെന്ന് വരാമെന്ന് മാത്രം എന്നോട് പറഞ്ഞു. ധ്രുവിൻ്റെ കണ്ണുകൾ കുറുക്കി. സൈക്കിൾ? പാലത്തിൽ കണ്ടത് അവരുടെ സൈക്കിളായിരുന്നെങ്കിൽ അവരെയും ശത്രുക്കൾ. ധ്രുവ് ഫോണെടുത്തു. മജീദിനെ വിളിക്കാൻ ഭാവിച്ചപ്പോൾ ടാക്സിയിൽ താൻ വരുമ്പോൾ പലവട്ടം ഫെമിനെ വിളിച്ചിരുന്നു തോർത്തു. അവൻ നോക്കി. ഫെമിനയുടെ 30 മിസ്ഡ് കോൾ. പെട്ടെന്ന് മറ്റൊന്നുകൂടി കണ്ടു. ഫെമിന ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അവൻ മെസ്സേജ് എടുത്തു. ഫെമിനയുടെ ശബ്ദം. ധ്രുവ്, വിശ്വരൂപൻ അങ്കിളുടെ ജീവൻ അപകടത്തിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മടങ്ങും വഴി കൊച്ചിയുടെ ജെട്ടിപ്പാലത്തിൽ വെച്ച് അങ്കിൾ ആക്രമിക്കപ്പെടും. നീ വേഗം എന്തെങ്കിലും ചെയ്യും. പങ്കായത്തിന് തലയ്ക്കൊരു അടിയേറ്റതുപോലെ അവന് തോന്നി. അവൻ മെസ്സേജ് അയച്ച സമയം അവൻ നോക്കി. അച്ഛന് ആപത്തുണ്ടാകുന്നതിന് 10 മിനിറ്റ് മുമ്പ്. ധ്രുവിൻ്റെ രക്തയോട്ടം വർദ്ധിച്ചു. ഈ വിവരമറിഞ്ഞ അവൾക്കിത് ചെയ്തവരെയും തീർച്ചയായും അറിയാം. വേഗത്തിൽ അവൻ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ പക്ഷേ സ്വിച്ച് ഓഫ്. അവനും ഒരു മെസ്സേജ് അയച്ചു. അച്ഛന് അപകടം പറ്റി. നീയുടൻ എന്നെ വിളിക്കണം. ഫോൺ പോക്കറ്റിലിടും മുമ്പ് CI അനന്തമൂർത്തി അവനെ വിളിച്ചു. ധ്രുവ്, ഞങ്ങൾ ഈ പാലത്തിലുണ്ട്. എന്ത് ചെയ്യണം? ഈ മഴയത്തൊന്നും പറ്റില്ലെന്നാണ് ഫയർഫോഴ്സും പറയുന്നത്. ധ്രുവ് ചിന്തിച്ചു. പിന്നെ പറഞ്ഞു. സാർ, ഒരു ജീപ്പിലാണ് അക്രമികൾ വന്നത്. ആ വാഹനം കണ്ടെത്താൻ ശ്രമിക്കും. പിന്നെ ആരെങ്കിലും ഞങ്ങളുടെ കാറിൽ അപ്പച്ചിയോ ഒന്ന് വീട്ടിലെത്തിച്ചാൽ ഉപകാരമായിരുന്നു. ഓക്കെ. തിരച്ചിൽ സംഘം അഴിമുഖത്തിനും പാലത്തിനുമിടയിൽ തിരച്ചിൽ തുടർന്നു. മണിക്കൂറുകൾ. മഴ ശമിച്ചു. നേരം പുലർന്നു. ഒരു റൗണ്ട് കൂടി തിരഞ്ഞിട്ട് അവർ
ബോട്ടുകൾ ഉദയാസ്തമയത്തിന് മുന്നിൽ അടുപ്പിച്ചു. സർവ്വതും തകർന്നതുപോലെ കരയിലേക്ക് ഇറങ്ങുമ്പോൾ ധ്രുവ് കണ്ടു. കായൽക്കരയിലും ബംഗ്ലാവിന് പരിസരത്തും നിറയെ ആളുകൾ. മെമ്പർ കൃഷ്ണനടക്കം പലരും ധ്രുവിൻ്റെ അരികിൽ ഓടിയെത്തി. കൊച്ചങ്ങത്തെ എല്ലാ കണ്ണുകളിലും നനവ്, ശബ്ദത്തിൽ പതർച്ച. കൃഷ്ണേട്ടാ, അവൻ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അച്ഛൻ, ഞാൻ കൂടെയില്ലാത്ത നേരം നോക്കിയ അച്ഛനെ. അവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടിയില്ല കൃഷ്ണന്. എങ്കിലും പറഞ്ഞു, അങ്ങത്തെ തിരിച്ചു വരും. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് അദ്ദേഹത്തിന്. പെട്ടെന്ന് അവൻ കൃഷ്ണൻ്റെ തോളിന് മുകളിലൂടെ നോക്കിയപ്പോൾ കണ്ടു DYSP ചന്ദ്രസേനൻ, CI അനന്തമൂർത്തിയും SI അലക്സ് ബെഞ്ചമിനും ഒപ്പമുണ്ട്. ധ്രുവിൻ്റെ കണ്ണുകൾ ഇടുങ്ങി. അച്ഛൻ നാടുകടത്തിയ അലക്സ് ബെഞ്ചമിൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടണമെങ്കിൽ അതിന് ശക്തമായൊരു കാരണമുണ്ടാകും. ബെഞ്ചമിൻ അവിടെ തന്നെ നിന്നതേയുള്ളൂ. ചന്ദ്രസേനനും അനന്തമൂർത്തിയും അവൻ്റെ മുന്നിലെത്തി. ധ്രുവ്, ചന്ദ്രസേനൻ വിളിച്ചു, ഈ സംഭവത്തിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. ഭാരതീയമാളുമായി ഞങ്ങൾ സംസാരിച്ചു. അവർക്ക് ശത്രുക്കളെ തിരിച്ചറിയാനായിട്ടില്ല. നിനക്ക് ആരെയെങ്കിലും സംശയം? ധ്രുവ് അയാളെ തുറച്ചു നോക്കി. ഉണ്ട്. പക്ഷെ സാർ അവരെ അറസ്റ്റ് ചെയ്യുമോ? അതെന്താ? ചന്ദ്രസേനൻ മീശയിലൊന്ന് തടവി. അതങ്ങനാ. ധ്രുവിൻ്റെ ശബ്ദം മുറുകി. എനിക്ക് സംശയം മാത്രമല്ല, അത് തന്നെയാണ് സത്യവും. MLA ശ്രീനിവാസൻ. അയാൾ അറിയാതെ അച്ഛനൊന്നും സംഭവിക്കില്ല. സാർ അയാളെ കസ്റ്റഡിയിൽ എടുക്കുമോ? ചന്ദ്രസേനൻ പുച്ഛിച്ച് ചിരിച്ചു. ഇന്നലെ രാവിലെ ഞങ്ങൾ ദേവസേനാപതിയുടെ ശവം കണ്ടു. അതിനും തുമ്പൊന്നും കിട്ടിയിട്ടില്ല. അതും ഈ സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് ഞങ്ങളുടെ ഊഹം. കാരണം ചാന്നാരും സേനാപതിയുമൊക്കെ പണ്ട് സുഹൃത്തുക്കളായിരുന്നല്ലോ. ധ്രുവിൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. എല്ലാം കൂടി ഒന്നിച്ചു കൂട്ടിക്കെട്ടാൻ സാറ് ശ്രമിക്കല്ലേ? സേനാപതിയെ പോലെ ആയിരുന്നു എൻ്റെ അച്ഛൻ. അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം. അയാളുടെ മുഖത്തൊരു ഗൂഢമന്ദഹാസം മിന്നി. സേനാപതിയുടെ ഘാതകരെക്കുറിച്ചും ഞങ്ങൾക്ക് ഇതുപോലെ സംശയമുണ്ട്. പക്ഷേ എവിഡൻസ് ഇല്ലല്ലോ. ഒക്കെ നിനക്കറിയാമല്ലോ. ധ്രുവിൻ്റെ ഭാവം മാറി. നിങ്ങളിങ്ങനെ വളച്ചു കെട്ടേണ്ട സാർ. ഞാനാണത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേ. പക്ഷേ എൻ്റെ അച്ഛനെ കൊന്നവരെ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നിയമവും നീതിയുമൊക്കെ എനിക്ക് പിന്നെ പുല്ല. ഒരു വാക്കുകൊണ്ടെങ്കിലും അച്ഛനെ ചതിച്ചവരെ വച്ചേക്കില്ല ഞാൻ. ചന്ദ്രസേനൻ അനന്തമൂർത്തിയും പരസ്പരം നോക്കി. നീ ഒരു നിയമവും കയ്യിലെടുക്കില്ല. എടുത്താൽ പിന്നെ നീ നിവർന്ന് നിൽക്കത്തില്ല. ചന്ദ്രസേനൻ കൈപ്പത്തിയൊന്നും മുറുക്കി. പെട്ടെന്ന് കൃഷ്ണൻ ഇടപെട്ടു. സാർ, എന്താ ഇങ്ങനെ? ഇത്തരമൊരു നേരത്താണോ ഇതൊക്കെ? ഇവിടെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയാതെ അങ്ങത്തിനൊന്ന് തിരഞ്ഞുകൂടെ? ചന്ദ്രസേനൻ തലയാട്ടി. ഇനി എന്ത് തിരയാൻ? ഈ നിറഞ്ഞു കിടക്കുന്ന കായലിൻ്റെ അടുത്തിട്ട് മുഴുവൻ ഇളക്കി നോക്കിയാൽ കിട്ടിയേക്കും. അതല്ലെങ്കിൽ കടലിൽ പഴുത്തളിഞ്ഞ് വീർത്ത്. പക്ഷേ അത് ഞങ്ങളെ പണിയല്ല. എടാ പന്നെ. നിയന്ത്രിക്കാനാവാതെ ധ്രുവം മുന്നോട്ട് കുതിച്ചു. ചന്ദ്രസേനൻ്റെ യൂണിഫോമിൽ കുത്തിപ്പിടിച്ചു. നിൻ്റെ ഈ വൃത്തികെട്ട നാവ് കൊണ്ട് എൻ്റെ അച്ഛനെ ദുഷിച്ചാലുണ്ടല്ലോ, അറുത്തെടുക്കും ഞാനിത്. വിടടാ. പോലീസിൻ്റെ മേൽ കൈവയ്ക്കുന്നോ? ചന്ദ്രസേനൻ കൈ തട്ടി. ശേഷം ധ്രുവിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്നാൽ അവനത് തടഞ്ഞു. ഇരുവരും പരസ്പരം ബലപരീക്ഷണമായി. ജനങ്ങൾ ചുറ്റും കൂടി. അനന്തമൂർത്തി മുന്നോട്ടാഞ്ഞു. ചന്ദ്രസേനൻ സാറേ, വേണ്ട. കൊച്ചങ്ങത്തിന് തൊട്ടാൽ തന്നെ ഞങ്ങൾ ഈ കായലിൽ താഴ്ത്തും. ജനം ആക്രോശിച്ചു. ചന്ദ്രസേനൻ രോഷത്തോടെ ധ്രുവിൻ്റെ പിടിയിൽ നിന്ന് തൻ്റെ കൈ വലിച്ചൂരിയെടുത്തു. അയാളുടെ മുഖത്ത് പക തിങ്ങി. നീ കാതിൽ നുള്ളിക്കോ. ഇതിനുള്ള മറുപടി കരുതി വെച്ചിരിക്കുന്നേ. ഒറ്റ രാത്രിയെങ്കിലും നിന്നെ എൻ്റെ മുന്നിൽ കിട്ടും. അന്ന് തീർക്കും നിൻ്റെ ഈ ശൗര്യം. ശേഷം ജനങ്ങളെ തള്ളിമാറ്റി അയാൾ നടന്നുപോയി. ചാന്നാരുമായി അടുപ്പമുള്ള ആളുകൾ വിവരം കേട്ടറിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ തുടങ്ങി. ബംഗ്ലാവിനുള്ളിലേക്ക് കയറുവാൻ ധ്രുവം മടിച്ചു. എങ്ങനെ താൻ ക്ഷിപ്രയെയും അപ്പച്ചിയെയും ആശ്വസിപ്പിക്കും? ധ്രുവ്, ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു. പരിചയമുള്ള ഒരു മുഖം. പക്ഷേ പെട്ടെന്ന് പിടികിട്ടിയില്ല. ഞാൻ വേണു മഹാദേവൻ. പലതവണ ഫോണിൽ ശ്രമിച്ചിട്ടും ഇന്നലെ രാത്രി ധ്രുവിനെ കിട്ടിയില്ല. ധ്രുവിന് ഓർമ്മ വന്നു തൻ്റെ ക്ലാസ്മേറ്റ്. വേണു തുടർന്നു. ഞാനിപ്പോൾ മംഗലപുരത്താ. നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിന്നാലോ? ആവാം. അവർ ഇരുവരും ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. വേണു ശബ്ദം താഴ്ത്തി. ഇന്നലെ അമ്മയെ കാണാൻ വന്നതായിരുന്നു ഞാൻ. രാത്രിയിൽ അമ്മയ്ക്കൊരു നെഞ്ചുവേദന. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി പാലത്തിലെത്തിയപ്പോൾ അവിടെ ചിലത് കണ്ടു. ധ്രുവിൻ്റെ ശ്വാസഗതി കൂടി. കാതുകൾ ജാഗരൂകമായി. വേണു തുടർന്നു. അവിടെ ചില വാഹനങ്ങൾ. ഒരു സ്ത്രീ ഒരാളെ കുത്തുന്നു. പിന്നെ മറ്റുള്ളവർ ചേർന്ന് അയാളെ എടുത്ത് കായലിൽ കളയുന്നു. നോ. അറിയാതെ ധ്രുവിൻ്റെ ഒച്ച ഉയർന്നു. ജനങ്ങൾ അവിടേക്ക് തിരിഞ്ഞു. ധ്രുവ് അപ്പോൾ ആരെയും കണ്ടില്ല. മനസ്സിൽ കൊച്ചിയുടെ ജെട്ടിപ്പാലമായിരുന്നു. അച്ഛനെ കുത്തുന്ന സ്ത്രീ അപ്പച്ചി. അല്ലാതെ അവിടെ ഏത് സ്ത്രീ? വേണോ, നീ പോകരുത്. അത്രമാത്രം പറഞ്ഞിട്ട് ധ്രുവ് ബംഗ്ലാവിനുള്ളിലേക്ക് പാഞ്ഞു. ജനം കാര്യമറിയാതെ പിന്നാലെയും. അപ്പച്ചി. സിറ്റൗട്ടിലേക്ക് കയറിയ അവൻ്റെ ഗർജനത്തിൽ ബംഗ്ലാവ് വിറച്ചു. മണിമോളുടെ മുറിയിലായിരുന്നു ഭാരതി അമ്മൾ. അവരുടെ അരികിൽ ചേർന്നിരുന്ന് കരയുകയാണ് ക്ഷിപ്ര. മണിമോൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടാണോ എന്നറിയില്ല. അവളുടെ കണ്ണുകളിലും നനവ്. വേറെയും ചില സ്ത്രീകൾ അവിടെയുണ്ട്. ആ നേരത്താണ് ധ്രുവിൻ്റെ അപ്പച്ചി എന്ന അലർച്ച കേട്ടത്. അകത്തെ മുറിയിലായിരുന്നതിനാൽ അതത്ര വ്യക്തമായില്ലെങ്കിലും ഭാരതി അമ്മൾ വല്ലാതെ നടുങ്ങി. ഏട്ടാ. അപ്പോഴേക്കും ക്ഷിപ്ര ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. ഭാരതി അമ്മളുടെ ശ്വാസഗതി വർദ്ധിച്ചു. എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ധ്രുവ് സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും ക്ഷിപ്ര മുന്നിൽ. ഏട്ടാ, അച്ഛനെന്തിയേ? പറയേട്ടാ, നമ്മുടെ അച്ഛൻ എന്താ പറ്റിയത്? മഹാശൂന്യതയിൽ അകപ്പെട്ടതുപോലെ ഒരു നിമിഷം നിന്നുപോയി ധ്രുവ്. പെങ്ങളുടെ കണ്ണുനീരിന് മുന്നിൽ താൻ ഓടിയെത്തിയ കാര്യം ഒരു മാത്രം അവൻ വിസ്മരിച്ചു. ഇല്ല മോളെ. അവളുടെ തോളി തട്ടി അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛനൊന്നും സംഭവിച്ചു കാണില്ല. അച്ഛൻ വരും, എനിക്ക് ഉറപ്പാ. പക്ഷേ അപ്പച്ചി പറഞ്ഞത്? അപ്പച്ചി.
ആ പേര് കേട്ടതും അവൻ്റെ തലച്ചോറിൽ ഒരു ചുഴലിക്കാറ്റ് വട്ടം ചുറ്റി. ബലമായ ക്ഷിപ്രയെ അവൻ തന്നിൽ നിന്ന് അകറ്റി ശേഷം അകത്തേക്ക് ഓടുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ മെമ്പർ കൃഷ്ണൻ്റെ വിലാപം പോലൊരു ശബ്ദം. "കൊച്ചങ്ങത്തെ!" അവൻ വെട്ടിത്തിരിഞ്ഞു. കൃഷ്ണൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. അയാൾ തെക്കോട്ട് കൈ ചൂണ്ടി. ധ്രുവ് കണ്ടു തൻ്റെ പിന്നാലെ വന്നവർ കൂട്ടത്തോടെ തെക്കോട്ട് ഓടുന്നു. "എന്താ ഏട്ടാ അവിടെ?" ക്ഷിപ്രയുടെ ചോദ്യം അവൻ കേട്ടില്ല. "നീ അകത്ത് പോയിക്കോ." പറഞ്ഞതും അവൻ തിരിഞ്ഞോടി. മതിലിനപ്പുറത്ത് തൊടിയിലൂടെ മുനമ്പിൻ്റെ ഭാഗത്തേക്ക് ഓടുകയാണ് ജനങ്ങൾ. കാലുകൾ ചിറകുകളാക്കി ധ്രുവും അവിടേക്ക് പിന്നാലെ കുതിച്ചു. അഴിമുഖത്തിനപ്പുറം പോലീസും ഫയർഫോഴ്സും കൂടി നിൽപ്പുണ്ടായിരുന്നു. ആളുകളെ തള്ളിമാറ്റി ധ്രുവ് മുന്നിലെത്തി. അവൻ കണ്ടു കല്ലുകൾക്കുള്ളിൽ കുടുങ്ങിയതുപോലെ ഒരാൾ. കാലുകൾ രണ്ടും ജലത്തിനടിയിൽ തെളിഞ്ഞു കാണാം. "അച്ഛൻ!" അവൻ്റെ ഹൃദയം നുറങ്ങി. ഫയർഫോഴ്സ് ബോഡിയെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പോലീസ് ജനങ്ങളെ അകറ്റി നിർത്തി. ധ്രുവും അരികിൽ മെമ്പർ കൃഷ്ണനും മാത്രം നിന്നു. ഫയർഫോഴ്സ് ഏതാനും മത്സ്യത്തൊഴിലാളികളെ കൂടി സഹായത്തിന് വിളിച്ചു. അവരുടെ വാഹനത്തിൽ നിന്ന് ഒരു വടം കെട്ടി അതിലൂടെ കായലിലേക്ക് ഇറങ്ങി. ധ്രുവ് കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇങ്ങനെയൊരു വിധി ഏറ്റുവാങ്ങാനാണോ അച്ഛൻ തന്നെ നിർബന്ധിച്ച് ബാംഗ്ലൂർക്ക് അയക്കാൻ ശ്രമിച്ചത്? അവൻ്റെ കൺപോളകളെ പിളർത്തി 2 തുള്ളികൾ കൂടി താഴേക്കിട്ടു. ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് ബോഡി വടത്തിൽ കെട്ടി ഉയർത്താൻ തുടങ്ങി. "ഇത് അങ്ങത്തല്ലല്ലോ!" കൃഷ്ണൻ്റെ ശബ്ദം കേട്ടതും ധ്രുവ് കണ്ണു തുറന്നു. അവനും കണ്ടു. കറുത്ത് തടിച്ച ഒരാൾ. ഷർട്ടും അടിവസ്ത്രവും മാത്രമേയുള്ളൂ. വെള്ളം കുടിച്ച് വയറ് വീർത്തതിനാൽ ശരീരം ഷർട്ടിനുള്ളിൽ ഞെരുങ്ങിയിരിക്കുന്നു. അയാളുടെ ശിരസ് ഒരു വശത്തേക്ക് ചരിഞ്ഞ നിലയിലായിരുന്നു. ആരോ പിടിച്ച് ഒടിച്ചതുപോലെയുണ്ട്. CI അനന്തമൂർത്തി പറയുന്നത് ധ്രുവ് കേട്ടു. ബോഡി കരയിൽ കിടത്തി. "നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇയാളെ പരിചയമുണ്ടോ?" പോലീസ് മെമ്പർ കൃഷ്ണനടക്കം ചിലരെ അടുത്ത് വിളിച്ച് ആ മുഖം കാണിച്ചു. പക്ഷേ ആർക്കും അയാളെ കണ്ട ഓർമ്മ പോലുമില്ല. ധ്രുവ് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് വേണു മഹാദേവൻ വീണ്ടും അവൻ്റെ അരികിലെത്തി. "ധ്രുവ്, ഞാൻ നേരത്തെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നീ ഓടിപ്പോയി. എന്നെ കൂടി അപകടത്തിലാക്കല്ലേ?" ധ്രുവിൻ്റെ പുരികം ചുളിഞ്ഞു. വേണു തുടർന്നു. "അംഗത്തിനോട് ഇങ്ങനെ ചെയ്യാൻ കെൽപ്പുള്ളവർ നിസ്സാരക്കാരനല്ലേ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനാണ് ഈ വിവരം നിന്നോട് പറഞ്ഞതെന്ന് അവർ അറിഞ്ഞാൽ എനിക്ക് പിന്നെ എന്തും സംഭവിക്കാം. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ." ധ്രുവ് വേണുവിനെ തുറച്ചു നോക്കി. പിന്നെ ആരുമില്ലാത്ത ഒരു ഭാഗത്തേക്ക് അവനെയും കൂട്ടി നടന്നു. "സോറി വേണു." അപ്പോഴത്തെ ഒരു ആവേശത്തിന് വേണു പറഞ്ഞത് സത്യമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. അപ്പച്ചിയാണത് ചെയ്തതെങ്കിൽ താൻ സൂക്ഷിച്ച് ഇടപെടണം. അപ്പച്ചി തന്നെയാണ് അങ്ങനെ ചെയ്തതെന്ന് വേണുവിന് ഉറപ്പാണോ? "അതിന് നിൻ്റെ അപ്പച്ചിയെ എനിക്കറിയില്ലല്ലോ. ചെറുപ്പത്തിലെങ്ങോ കണ്ടിട്ടുണ്ടാവും. ഇത് സാരിയും ബ്ലൗസും ധരിച്ച ഒരു സ്ത്രീയാണ്. അത് ഞാൻ വ്യക്തമായി കണ്ടതാണ്." ധ്രുവ് ഓർത്തു നോക്കി. അപ്പച്ചി ഇന്നലെ ധരിച്ചിരുന്നത് സാരിയാണ്. "നിനക്ക് ഒന്നുകൂടി വിശദമായിട്ട് പറയാമോ? സംഭവ സ്ഥലത്ത് ഒരു ജീപ്പും ഉണ്ടായിരുന്നല്ലോ." "ജീപ്പോ?" വേണു തലകുടഞ്ഞു. "ഇല്ല, നിങ്ങളുടെ കാർ കൂടാതെ വേറെ 3 വാഹനങ്ങൾ. എൻ്റെ കാർ അടുത്ത് ചെല്ലുന്നത് കണ്ട് അതിലേക്ക് ആളുകൾ ഓടിക്കയറി. അവയിൽ 2 എണ്ണം എനിക്ക് മുമ്പേ പോയി. ഒരെണ്ണം എനിക്ക് എതിരെയും വന്നു." ധ്രുവിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുങ്ങുകയാണ്. ജീപ്പിലാണ് അവർ വന്നതെന്ന് അപ്പച്ചി പറഞ്ഞത് കളവാണ്. അതിനർത്ഥം അപ്പച്ചി തന്നെയാണ് അച്ഛനെ. ധ്രുവിൻ്റെ ഉടലിൽ ഒരു വിറയൽ ബാധിച്ചു. ആ നിമിഷം അവൻ തീരുമാനിച്ചു, ഇനിയുള്ള നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം. അച്ഛനെ കുത്തിയത് അപ്പച്ചിയാണെങ്കിൽ അവർക്ക് മാപ്പില്ല. വേണു പെട്ടെന്ന് ഓർത്തതുപോലെ തുടർന്നു. "എനിക്കെതിരെ വന്ന വാഹനത്തിൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്." "പറയൂ." ധ്രുവിനെ ജിജ്ഞാസയേറി. KL 3H 5216 ബ്ലാക്ക് വാഗൺ. ധ്രുവ് ആ നമ്പർ മനസ്സിലിട്ട് ചതച്ചു. പിന്നെ പെട്ടെന്ന് തൻ്റെ സെൽഫോൺ എടുത്ത് 537 252 എന്ന നമ്പറിലേക്ക് MVD VKL 03H 5216 എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചു. 10 വർഷത്തിനുള്ളിൽ വാങ്ങിയ വണ്ടിയാണെങ്കിൽ കൃത്യമായ വിവരം അറിയാം. നിമിഷത്തിനുള്ളിൽ ഫോണിൽ മറുപടി തെളിഞ്ഞു. വെഹിക്കിൾ ഉടമ ഹരിലാൽ. പിന്നെ അഡ്രസ്സും രജിസ്ട്രേഷൻ നടത്തിയ RT ഓഫീസും. ധ്രുവൻ്റെ കണ്ണുകൾ ഇടുങ്ങി. വില്ലേജ് ഓഫീസർ ഹരിലാലിൻ്റെ കാർ. "താങ്ക്സ് വേണു. നിന്റെ പേര് ഞാൻ ഒരിടത്തും പരാമർശിക്കില്ല." അവൻ ഉറപ്പ് കൊടുത്തിട്ട് ധ്രുവ് ധൃതിയിൽ ഉദയാസ്തമയത്തിലെത്തി. അകലേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു ക്ഷിപ്ര. അവനെ കണ്ടതും തിരക്കി. "എന്തിനാ ഏട്ടാ ആളുകൾ ഓടിയത്?" "അവിടെ ആരുടെയോ ശവം." തൻ്റെ മുറിയിലെത്തി അവൻ വാതിലടച്ച് തഴുതിട്ടു. ഇനിയുള്ള ഒറ്റ നിമിഷം പോലും വെറുതെ ഇരുന്നുകൂടാ എന്നവൻ തീരുമാനിച്ചു. ഇവിടുത്തെ പോലീസിൽ നിന്ന് തനിക്ക് നീതി കിട്ടില്ല, അത് ഉറപ്പാണ്. ഫോണെടുത്ത് അവൻ ബാംഗ്ലൂർ സൈബർ സെൽ നോഡൽ ഓഫീസറെ വിളിച്ചു. "സാർ, ഞാനാണ് ധ്രുവ്." "നീ എന്താ വരാത്തത്?" കന്നഡയിലുള്ള ചോദ്യം. മംഗലാപുരത്തുകാരനാണ് അയാൾ. മലയാളവും ശരിക്കറിയാം. ധ്രുവ് വീട്ടിലെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് ചോദ്യം കേട്ടു. "ഞാൻ അങ്ങോട്ട് വരണോ ധ്രുവ്?" "വേണ്ട സാർ, പക്ഷേ എനിക്ക് സാറിൻ്റെ സഹായം വേണം." "പറഞ്ഞോളൂ." ഒന്നും മടിച്ചിട്ടാണ് ധ്രുവ് അറിയിച്ചത്. "അച്ഛൻ്റെ ഘാതകരെ എനിക്ക് വേരോടെ പിഴുതെടുക്കണം സാർ." "അതിന്?" "പറയൂ." "നിയമം വിട്ട് എനിക്ക് ചിലത് ചെയ്യേണ്ടി വരും സാർ." "സാർ കൂടെ നിന്നാൽ?" ഒരു നിമിഷം കഴിഞ്ഞാണ് അപ്പുറത്തുനിന്ന് ചോദ്യം കേട്ടത്. "നിനക്ക് എന്തൊക്കെ ചെയ്യാനാണ് പദ്ധതി?" "ഇവിടെ എനിക്ക് ചെറിയൊരു സൈബർ ലാബ് ഓപ്പൺ ചെയ്യണം. മൊബൈൽ കമ്പനികളുടെ അറിവില്ലാതെ തന്നെ നമ്മുടെ ടൂൾ ഉപയോഗിച്ച് പലതും ചോർത്തേണ്ടി വരും. ചില സിം കാർഡുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. പിടിച്ചാൽ നീ അകത്ത് പോകും. നിന്റെ ജോലിയും നഷ്ടമാകും." "അറിയാം സാർ. അതുകൊണ്ടാണ് സാറിൻ്റെ പിന്തുണ തേടുന്നത്." "ഞാൻ സഹായിക്കും. പിന്നെ ഒരു ഗുഡ് ന്യൂസ് തരാം. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൈബർ സെൽ ഇപ്പോൾ
ഡെപ്യൂട്ടേഷനിൽ കേരളത്തിലുണ്ട്, ആലപ്പുഴ വിങ്ങിൽ. ഒരു ഭൈരപ്പ. നിനക്കറിയാമല്ലോ അയാളെ? അറിയാം സാർ. ധ്രുവിന് സന്തോഷമായി. നീ അയാളെ കാണണം, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. താങ്ക് യു സാർ. അപ്പുറത്തു നിന്ന് ചിരി കേട്ടു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ബട്ട് ഇതൊക്കെ നീ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും കരുതിയില്ല. നാട്ടിപ്പുറമല്ലേ സാർ. ഓക്കെ. കോൾ കട്ടായി. ധ്രുവിൻ്റെ മുഖത്ത് ദൃഢമായ ഒരു ഭാവം വന്നു. ഇനി ഇവിടെ ഇരുന്നു കൊണ്ട് താൻ പലതും അറിയും ചെയ്യും. ആരും പ്രതീക്ഷിക്കാത്തത്. ഒരു പുതിയ കമ്പ്യൂട്ടർ കൂടി വാങ്ങണം, വേറെ ചില സാധനങ്ങളും. പെട്ടെന്ന് ധ്രുവ് എഴുന്നേറ്റു. അച്ഛൻ തൻ്റെ ബാഗിൽ എടുത്തു വച്ചിരുന്ന ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു. തുടക്കം ഇതിൽ നിന്ന് തന്നെയാകട്ടെ. ആദ്യം അവൻ ചെയ്തത് ഉദയാസ്തമയത്തിലെ CCTV ക്യാമറകളുമായുള്ള കണക്ഷൻ നെറ്റ് വഴി തൻ്റെ ലാപ്ടോപ്പിൽ ലിങ്ക് ചെയ്യുകയായിരുന്നു. ശേഷം ചെക്ക് ചെയ്തു നോക്കി. എല്ലാ ക്യാമറകളിലെയും ദൃശ്യങ്ങൾ കള്ളികളായി ലാപ്ടോപ്പിൽ തെളിയുന്നുണ്ട്. ഇനി തനിക്ക് എവിടെ ഇരുന്നാലും ഇവിടെ നടക്കുന്നത് കാണാം. 2-3 ഭാഗങ്ങൾ കൂടി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ക്യാമറകൾ സ്ഥാപിക്കണം, അവൻ തീരുമാനിച്ചു. പൊടുന്നനെ ഒരു ചിന്ത ഉദിച്ചതുപോലെ അവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഭാരതിയമ്മാൾ മണിമോളുടെ മുറിയിലാണെന്ന് ഉറപ്പാക്കി. പിന്നെ വേഗം അവരുടെ മുറിയിൽ കടന്നു. വിഷം കഴിച്ച് അവർ ആശുപത്രിയിലായിരുന്നപ്പോൾ ധ്രുവ് ആ മുറി പരിശോധിച്ചതാണ്. അതുകൊണ്ട് ഓരോന്നും ഇരിക്കുന്ന സ്ഥലം അവനറിയാം. ധ്രുവ് ശബ്ദമുണ്ടാക്കാതെ അലമാര തുറന്നു. അതിൽ നിന്ന് ഭാരതിയമ്മാളുടെ ആധാർ കാർഡ് എടുത്തു. അത് തൻ്റെ മൊബൈലിൽ പകർത്തി. എന്നിട്ട് അവിടെ തന്നെ വെച്ചു. വീണ്ടും തൻ്റെ മുറിയിലെത്തി. ലാപ്ടോപ്പിലെ ഡിസ്പ്ലേയിൽ CCTV ക്യാമറയിലെ ചിത്രങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇപ്പോഴും അർദ്ധശങ്കയോടെ അങ്ങിങ്ങ് നിൽക്കുന്നത് അവൻ കണ്ടു. അച്ഛനെ സ്നേഹിക്കുന്നവർ, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. അവൻ്റെ മനസ്സുലഞ്ഞു. പെട്ടെന്ന് 3-ാമത്തെ ക്യാമറയിലെ ചിത്രങ്ങളിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. അത് ഗേറ്റിന് നേർക്കുള്ളതാണ്. അതുവഴി ഒരു ബെൻസ് കാർ മുറ്റത്തേക്ക് ഒഴുകിക്കയറുന്നു. ധ്രുവിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു. MLA ശ്രീനിവാസൻ്റെ കാർ. രോഷത്തോടെ അവൻ ചാടി എഴുന്നേറ്റു. പുറത്ത് ചെല്ലുമ്പോഴേക്കും ശ്രീനിവാസൻ കാറിൽ നിന്നിറങ്ങിയിരുന്നു. അയാളെ കണ്ട് ജനങ്ങൾ അങ്ങോട്ടടുത്തു. എല്ലാവരുടെയും സങ്കടം ഭാവിച്ച് ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് ശ്രീനിവാസൻ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിലേക്ക് കാലുകുത്തി. നിൽക്കവിടെ. ഒച്ചക്കെട്ട് ശ്രീനിവാസൻ ഞെട്ടി മുഖമുയർത്തി. കൈ ചൂണ്ടിക്കൊണ്ട് കത്തുന്ന തീപ്പന്തം പോലെ ധ്രുവ് മുന്നിൽ. ശ്രീനിവാസൻ വിളറിപ്പോയി. ധ്രുവ്, മിണ്ടരുത്. താനിവിടെ കാൽകുത്തിയാൽ അച്ഛൻ പൊറുക്കില്ല. ജീവനോടുണ്ടെങ്കിലും ആത്മാവായിട്ടാണെങ്കിലും. തീ പൊള്ളലേറ്റതുപോലെ ശ്രീനിവാസൻ കാൽ പിൻവലിച്ചു. ജനങ്ങൾ പരസ്പരം നോക്കി. കൊച്ചങ്ങത്തെ മെമ്പർ കൃഷ്ണൻ അവിടേക്ക് വേഗം വന്നു. കൃഷ്ണേട്ടൻ ഇക്കാര്യത്തിൽ ഇടപെടരുത്. അതൊരു താക്കീതായിരുന്നു. അതോടെ കൃഷ്ണൻ വായടച്ചു. ഞാൻ എന്ത് ചെയ്തിട്ടാ ധ്രുവ് നീ? ശ്രീനിവാസൻ ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ ശ്രമിച്ചു. ഇതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യണം? പക്ഷേ നിങ്ങൾ ഓർത്തോ, ഈ നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ ഞാൻ പരസ്യ വിചാരണ ചെയ്യും. നിങ്ങളെക്കൊണ്ട് എല്ലാവരും കേൾക്കെ എല്ലാം ഏറ്റുപറയിക്കും. ജനങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ധ്രുവ്. പെട്ടെന്ന് പിന്നിൽ ഭാരതിയമ്മാളുടെ ശബ്ദം. പുച്ഛത്തോടെ അവൻ തിരിഞ്ഞു. എന്താ അപ്പച്ചി? ഏട്ടൻ്റെ വിവരം അറിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹം ഇവിടെ വന്നത്. അങ്ങനെ വരുന്ന ഒരാളിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇയാളെ എങ്ങനെയല്ല സ്വീകരിക്കേണ്ടത്. അവൻ കൈകൾ കൂട്ടിത്തിരുമ്മി. ശ്രീനിവാസനെ കണ്ടപ്പോൾ ഭാരതിയമ്മാളിന് നഷ്ടമായിരുന്ന ഊർജ്ജം തിരികെ കിട്ടി. ശ്രീനേട്ട കയറി വാ. ധ്രുവ് പറഞ്ഞത് കാര്യമാക്കണ്ട. അവർ അയാളെ ക്ഷണിച്ചു. കാര്യമാക്കണം അപ്പച്ചി. ഇയാൾ ഇവിടെ കയറിയാൽ പിന്നെ 2 കാലിൽ തിരിച്ചിറങ്ങില്ല. ധ്രുവിൻ്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. ഭാരതിയമ്മാളുടെ ഭാവം മാറിയതും വളരെ പെട്ടെന്നാണ്. ഇതെൻ്റെ വീടാ. ഇവിടെ വരുന്നവരെ കയറ്റണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങാം ഈ നിമിഷം. അവർ പുറത്തേക്ക് കൈ ചൂണ്ടി. ധ്രുവ് അന്താളിച്ചു പോയി. കണ്ടും കേട്ടു നിന്നിരുന്ന ജനങ്ങളും. ധ്രുവിൻ്റെ മുഖം ചോര ഉൾവലിഞ്ഞതുപോലെ വിളറി. പെട്ടെന്ന് ഒരു നിമിഷത്തിനുള്ളിൽ അവിടെ ശ്മശാന തുല്യമായതുപോലെ. അവൻ ഭാരതിയമ്മാളിനെ പകച്ചു നോക്കി. അപ്പച്ചി അങ്ങനെ പറഞ്ഞതാണോ, തൻ്റെ തോന്നലാണോ? എന്നാൽ വിഷം തുപ്പാൻ നിൽക്കുന്ന മൂർഖൻ്റേത് പോലെയായിരുന്നു ഭാരതിയമ്മാളുടെ മുഖം. തന്നെ ഒരു ശത്രുവിനെ പോലെയാണ് അവർ നോക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പച്ചി. അവിശ്വസനീയതയിൽ ധ്രുവിൻ്റെ ശബ്ദം ചിലമ്പി. ഭാരതിയമ്മാൾ നാവനക്കി. പറഞ്ഞത് കേട്ടില്ലടാ, ഇതെൻ്റെ വീടാണെന്ന്. അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അറിയാതെ ധ്രുവ് മന്ത്രിച്ചു. എങ്കിൽ ഞാൻ തീരുമാനിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കൂ. ഇവിടെ വരുന്നവരെ സ്വീകരിക്കണോ ഇറക്കി വിടണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ ധ്രുവിന് പെരുത്തു കയറി. എങ്കിൽ ഇതെല്ലാം അടക്കി വേണം അപ്പച്ചി സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞോ? ഈ ചതിയനെയും കൂട്ടുപിടിക്കാം. അവൻ ശ്രീനിവാസൻ്റെ നേർക്ക് കൈ ചൂണ്ടി. അച്ഛൻ സ്വത്തെല്ലാം നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചതിൽ എനിക്കിപ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. കാരണം നിങ്ങളെ തിരിച്ചറിയാനുള്ള അവസരം എനിക്ക് കിട്ടി. ധ്രുവ് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നോക്കി. ഒച്ചയുയർത്തി. ക്ഷിപ്രേ. അവൾ ഓടിയെത്തി. എന്താ ഏട്ടാ? നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ നിമിഷം മണിമോളുടെ വസ്ത്രങ്ങളും മറ്റും എടുത്തോളണം. ക്ഷിപ്ര പകച്ച് എല്ലാവരെയും മാറി മാറി നോക്കി. അതെന്തിനാ ഏട്ടാ? അവൻ തൻ്റെ ചുണ്ടുകൾക്ക് മീതെ വിരലമർത്തി കാണിച്ചു. ചോദ്യമൊന്നും വേണ്ട. അച്ഛൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിൻ്റെയും മണിമോളുടെയും കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത്. ക്ഷിപ്ര മിണ്ടിയില്ല. കണ്ടും കേട്ടു നിന്നിരുന്ന ജനങ്ങളും പകച്ചു. വിശ്വരൂപൻ ചാന്നാർ എന്ന തങ്ങളുടെ അംഗത്തിൻ്റെ മക്കൾ ഇവിടെ നിന്നിറങ്ങുകയോ? എന്നാൽ ശ്രീനിവാസൻ പെട്ടെന്ന് ഭാരതിയമ്മാളിനെ നോക്കി കണ്ണുകൊണ്ട് ഒരടയാളം കാട്ടി. അവർക്കത് പിടികിട്ടി. ഭാരതിയമ്മാൾ പെട്ടെന്ന് ചിരിച്ചു. ധ്രുവേ, വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. അവൻ തിമട്ടി. ഭാരതിയമ്മാൾ അവൻ്റെ കൈത്തലത്തിൽ പിടിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നീ വിശ്വസിച്ചു അല്ലേടാ? ധ്രുവിൻ്റെ മുഖം ചുരുങ്ങി. അവർ തുടർന്നു. ഈ MLAയുടെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയല്ലടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവർ ശ്രീനിവാസൻ്റെ നേർക്ക് തിരിഞ്ഞു.
ഞാൻ ഇവനോട് അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായെന്ന് ഈ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ചോരയെ അവൻ, എൻ്റെ ഏട്ടൻ്റെ മകൻ. ഇവൻ ഇവിടെ വെച്ച് നിങ്ങളെ കൈവയ്ക്കേണ്ട എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഭാരതിയമ്മാളുടെ ശബ്ദത്തിന് മൂർച്ച കൂടി. മിസ്റ്റർ ശ്രീനിവാസൻ, പുറത്തേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരേണ്ടല്ലോ. നിങ്ങൾക്ക് പോകാം. ഭാരതി, ശ്രീനിവാസൻ പരുങ്ങി. അതേടോ, ഭാരതി തന്നെയാണ് പറയുന്നത്. എൻ്റെ ഏട്ടൻ്റെ മരണത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് ധ്രുവിനെ പോലെ ഞാനും വിശ്വസിക്കുന്നു. ആ സത്യം തെളിഞ്ഞാൽ ധ്രുവിൻ്റെ കയ്യിലേക്ക് ഞാൻ തന്നെ ഒരായുധം വെച്ചു കൊടുക്കും നിങ്ങളെ തീർക്കാൻ. അത് കേട്ട് ധ്രുവിൻ്റെ തലച്ചോറിൽ ഒരു മിന്നലുണ്ടായി. ഭാരതിയമ്മാളുടെ ആ ഒറ്റ വാചകം മതിയായിരുന്നു അവൻ്റെ ഉള്ളിലെ പോലീസ് ഉദ്യോഗസ്ഥന് കാര്യം പിടികിട്ടാൻ. ഇതൊരു ഒത്തുകളിയാണ്. താൻ ഇവിടെ നിന്നിറങ്ങിയാൽ ഇവർക്കെതിരെ തിരിയുമെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നും ഇവർ കരുതുന്നുണ്ട്. ഇവിടെയാകുമ്പോൾ തൻ്റെ നീക്കങ്ങൾ ഇവർക്ക് വാച്ച് ചെയ്യാനാവും. താനും ഇവിടെ അഭിനയിക്കണം, ധ്രുവ് തീരുമാനിച്ചു. അവൻ ശ്രീനിവാസനോട് പറഞ്ഞു, അപ്പച്ചി പറഞ്ഞത് കേട്ടില്ലേടോ? താൻ പോകുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറുക്കണോ? പുച്ഛഭാവത്തിൽ അവനെയും ഭാരതിയമ്മാളിനെ ഒന്ന് നോക്കിയിട്ട് ശ്രീനിവാസൻ പുറത്തേക്കിറങ്ങി. ഞാനൊരു ജനപ്രതിനിധിയാണ്. മുറ്റത്തെത്തിയതും അയാൾ ഓർമ്മപ്പെടുത്തി. എന്നെ പരിഹസിച്ച് ഇറക്കി വിടുന്നവർ അതോർത്താൽ നന്ന്. ആരുടെയും മറുപടിക്ക് കാക്കാതെ അയാൾ കാറിൽ കയറി ശക്തിയിൽ ഡോർ അടച്ചു. ആറ്റുചരലിന് മീതെ റിവേഴ്സ് എടുത്ത് തിരിഞ്ഞ് അത് ഗേറ്റ് കടന്നു. മെമ്പർ കൃഷ്ണൻ അത് നോക്കി നിന്നിട്ട് പിറുപിറുത്തു. അയാൾക്ക് ഇങ്ങനെ തന്നെ വേണം. ഉള്ളിലെ പക അമർത്തിക്കൊണ്ട് ധ്രുവ് ഭാരതിയമ്മാളിനെ നോക്കി. വാസ്തവത്തിൽ അപ്പച്ചങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെയൊന്ന് പതറിപ്പോയി കേട്ടോ. അവൻ ചിരിച്ചു. നിന്നെ ഞാനങ്ങനെ ഇറക്കി വിടമോടോ? ആ വാചകത്തിൽ ഒത്തിരി അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ധ്രുവ് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം അഴിമുഖത്ത് നിന്ന് അപരിചിതനായ ഒരാളുടെ ജഡം കൂടി കിട്ടി. ചാന്ദാരെക്കുറിച്ച് മാത്രം യാതൊരു വിവരവുമില്ല. വൈകിട്ടാണ് സ്രാവ് മജീദും യാക്കൂബും മടങ്ങിയെത്തിയത്. അവർ ഉദയാസ്തമയത്തിൽ പാഞ്ഞെത്തി. ധ്രുവ് പുറത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു കൊച്ചങ്ങത്തെ. അറിഞ്ഞു. എവിടെയായിരുന്നു നിങ്ങൾ? അവൻ ഇരുവരെയും ശ്രദ്ധിച്ചു. ഉറക്കച്ചെടവുള്ള ഭാവം. അവർ മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ ഭാരതിയമ്മാളും ഇറങ്ങി വന്നു. ഏട്ടൻ്റെ നിഴലായിട്ട് നിങ്ങൾ നടന്നിട്ട് അവസാനം ഒരാപത്ത് വന്നപ്പോൾ ആരുമില്ലാതെയായി. അവർ സാരിത്തുമ്പുയർത്തി കണ്ണു തുറച്ചു. അത് കണ്ട് ധ്രുവ് അടിമുടി ദേഷ്യത്താൽ പുകഞ്ഞു. അക്കാര്യമ പറഞ്ഞു വരുന്നത് യാക്കൂബ് അറിയിച്ചു. ആരോട് പറയാതെ ഞങ്ങൾ പോയത്. കായംകുളം ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. അംഗത്തിൻ്റെ വിവരം പറഞ്ഞ ഉടൻ അവിടുന്ന് പോന്നു. എന്തു പറ്റി? ചോദിച്ചത് ധ്രുവാണ്. പണ്ട് ഒത്തിരി കുടിച്ചതിൻ്റെയാവും. ഇന്നലെ കുറിച്ച് ചോര ഛർദ്ദിച്ചു. വീട്ടിൽ പറഞ്ഞാൽ അവർ ഭയപ്പെടും. അതുകൊണ്ട് ആരോടും മിണ്ടാതെ മജീദിനെയും കൂട്ടി അങ്ങ് പോയി. ധ്രുവിന് അവരോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഭാരതിയമ്മാൾ അടുത്തുള്ളതിനാൽ മടിച്ചു. സന്ധ്യയായപ്പോൾ ഫയർഫോഴ്സും പോലീസും അന്വേഷണം നിർത്തി. ചാന്ദാരെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. ധ്രുവ് അസ്വസ്ഥനായി. അവൻ ഫെമിനിയുടെ നമ്പറിലേക്ക് പലവട്ടം ബന്ധപ്പെടാൻ ശ്രമിച്ചു. ചിലപ്പോഴൊക്കെ ഔട്ട് ഓഫ് കവറേജ് പറയുന്നത് തമിഴിൽ കേട്ടു. അവൾ തമിഴ്നാട്ടിലാണെന്ന് അവന് മനസ്സിലായി. അവൻ മജീദിനെയും യാക്കൂബിനെയും മണവാളിനെയും വിളിച്ചു. രാത്രിയിലൊരു പണിയുണ്ട് എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ആരും ശ്രദ്ധിക്കാത്ത നേരത്തെ മുറ്റത്ത് നിന്ന് XUV ഇറക്കി പുറത്തിട്ട ശേഷം ഗേറ്റടച്ചു. തുടർന്ന് തൻ്റെ റൂമിൽ വന്നിരുന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്തു. ഫേസ്ബുക്കിൽ നിന്ന് വില്ലേജ് ഓഫീസർ ഹരിലാലിൻ്റെ സെൽഫോൺ നമ്പർ കണ്ടെത്തി. ശേഷം അയാൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായി. തങ്ങൾ ഓഫീസിൽ ചെയ്യുന്ന അതേ രീതിയിൽ ലാപ്ടോപ്പിൽ ആലപ്പുഴ ജില്ലയുടെ മാപ്പ് എടുത്തു. അതിൽ ആലപ്പുഴ കായംകുളം ഹൈവേയിൽ ഹരിപ്പാടിനടുത്ത് ചുവന്ന സിഗ്നൽ കണ്ടു. ഇപ്പോൾ ഹരിലാൽ എവിടെയോ ഇരിക്കുകയാണ്. ഹൈവേക്കും റെയിൽവേ ലൈനിനും ഇടയ്ക്ക്. വളരെ പെട്ടെന്ന് അവന് അതിനുള്ള ഉത്തരം കിട്ടി. ധ്രുവ് എഴുന്നേറ്റു. ഭാരതിയമ്മാൾ കാണാതെ ക്ഷിപ്രയെ അടുത്ത് വിളിച്ചു. എന്താ ഏട്ടാ? അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ തന്നെ അവൾക്ക് സംശയം മണത്തു. ഞാനൊന്ന് പുറത്തു പോകും. നീ മാത്രം ഇക്കാര്യം അറിഞ്ഞാൽ മതി. പിന്നെ എല്ലാ നേരത്തും നീ മണിമോളുടെ അടുത്തുണ്ടാവണം. അവളിലൊരു ശ്രദ്ധ വേണം. ക്ഷിപ്രയുടെ നെറ്റിച്ചുളിഞ്ഞു. ഞാനോ അപ്പച്ചിയോ അവളുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഇനി മുതൽ അത് പോരാ. അപ്പച്ചിയുണ്ടെങ്കിലും നീയും അവിടെ കാണണം, പ്രത്യേകിച്ച് രാത്രിയിൽ. ഞാനിങ്ങനെ പറഞ്ഞത് അപ്പച്ചി അറിയാൻ പാടില്ല. ക്ഷിപ്ര ഭയന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏട്ടാ? ഉണ്ടാകാതിരിക്കാനാണ് പറയുന്നത്. അവൻ തിരിഞ്ഞു നടന്നു. മജീദിനെയും മറ്റും വിളിച്ച് താൻ ഉടൻ എത്തുമെന്നറിയിച്ചു. പിന്നെ പോയി നായ്ക്കളെ കൂട് തുറന്നു വിട്ടു. 10 മിനിറ്റിനുള്ളിൽ അവൻ ഗേറ്റ് ചാടി പുറത്തെത്തുകയും XUVയിൽ കയറുകയും ചെയ്തു. അപ്പോൾ നങ്ങ്യാർകുളങ്ങര ഹൈവേ ഗാർഡൻ ഹോട്ടലിൻ്റെ AC സൂട്ടിലുണ്ടായിരുന്നു വില്ലേജ് ഓഫീസർ ഹരിലാൽ. അവിടെ മുന്തിയ മദ്യം വിളമ്പിയ ഒരു പാർട്ടി നടക്കുകയായിരുന്നു. വിശ്വരൂപൻ ചാനാരെ കൊലപ്പെടുത്തിയതിൻ്റെ പാർട്ടി. MLA ശ്രീനിവാസൻ, നകുൽ, DYSP ചന്ദ്രസേനൻ, SI അലക്സ് ബെഞ്ചമിൻ എന്നിവരും ഒപ്പമുണ്ട്. ഹരിലാൽ ശരിക്കും പൂസായി തുടങ്ങി. 1/2 ഗ്ലാസ് മദ്യം കൂടി അകത്താക്കിയിട്ട് അയാൾ പൊള്ളിച്ച കരിമീൻ അടർത്തി വായിൽ വെച്ചു. എന്നാലും ആ ചാനാര് ആനയായിരുന്നോ ചേനയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാളുടെ ഒറ്റക്കുത്തിന് പോയില്ലേ? അതുമാത്രമല്ല, നകുലാണ് പറഞ്ഞത്. ഞാൻ അയാളുടെ റിവോൾവർ തട്ടിക്കളയുകയും നമ്മുടെ ആളുകൾ അയാളെ എടുത്ത് കായലിൽ തള്ളുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ കളി മാറിയാനെ. അത് നേരാ, ശ്രീനിവാസനും സമ്മതിച്ചു. വാസ്തവത്തിൽ കൊമ്പൻ സ്രാവിനേക്കാൾ അപകടകാരിയായിരുന്നു അവൻ. ഭാരതിയാണ് തന്നെ കുത്തിയതെന്ന് അവൻ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തെ പതർച്ചയാണ് നമ്മളെ വിജയിപ്പിച്ചത്. എന്നിട്ടും നമ്മുടെ 2 പേരെ അയാൾ കൊണ്ടുപോയി. അലക്സ് ബെഞ്ചമിൻ പല്ലിറമ്മി. അവരുടെ ബോഡികൾ കിട്ടി, പക്ഷേ ചാനാരെ കിട്ടിയിട്ടില്ല. അതാണ് കുഴപ്പിക്കുന്നത്. ശ്രീനിവാസൻ ചിന്താധീനനായി. ചന്ദ്രസേനൻ നിവർന്നിരുന്നു. ഇനി എനിക്ക് അവനെ വേണം, ധ്രുവിനെ. എൻ്റെ കാക്കി ഷർട്ടിൽ അവൻ കയറി പിടിച്ചതിനും ആക്ഷേപിച്ചതിനും ഒരു കണക്ക് ഞാൻ ബാക്കി വെച്ചിരിക്കുകയാണ്.
അവനെ നമ്മുടെ വലയിലെത്തിക്കാനുള്ള പദ്ധതിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് സാർ. നകുൽ ചിരിച്ചു. അപ്പോഴായിരുന്നു ഹരിലാലിൻ്റെ ചോദ്യം. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുക ചോദിക്കണമെന്ന്. നകുൽ, നീ ആരാ? എന്താ ചാന്നാരുമായി ഇത്രയ്ക്കുള്ള പക? അവർക്കിടയിൽ പെട്ടെന്നൊരു നിശബ്ദത പരന്നു. ചന്ദ്രസേനും അലക്സ് ബെഞ്ചമിനും കാതു കൂർപ്പിച്ചു. അവർക്കും ഈ കാര്യം അറിഞ്ഞുകൂടാ. നകുൽ ശ്രീനിവാസനെ നോക്കി. അയാൾ കണ്ണടച്ചു. പെട്ടെന്നാണ് നകുലിൻ്റെ ഭാവം മാറിയത്. അവൻ ചാടി എഴുന്നേറ്റതും ഹരിലാലിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഉയർത്തിയതും ഒരേ നിമിഷത്തിലായിരുന്നു. ശ്രീനിവാസൻ ഒഴികെയുള്ളവർ ഒന്ന് പതറി. നോക്ക്. നകുൽ ഹരിലാലിൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം ഉറപ്പിച്ചുകൊണ്ട് ചീറി. തിന്നാനും കുടിക്കാനും തനിക്ക് ഇഷ്ടം പോലെ തന്നു. കെട്ടുകണക്കിന് നോട്ടുകളും തന്നിട്ടുണ്ട് കൂടെ നിൽക്കാൻ. അതുകൊണ്ട് അടങ്ങിക്കോണം. അല്ലാതെ ഒരുമാതിരി ചോദ്യവും കൊണ്ട് വന്നാലേ ചാന്നാരെ വലിച്ചെറിഞ്ഞ് അതേ സ്ഥാനത്ത് തന്നെയും ചവിട്ടി താഴ്ത്തും. കുത്തി കീറി കുടല് വലിച്ച് പുറത്തിട്ട്. അത് വേണോടോ? അവൻ്റെ പിടി മുറുകി. വേണ്ട, വിറച്ചുപോയി ഹരിലാൽ. കുടിച്ച മദ്യത്തിൻ്റെ വീര്യമൊക്കെ പെട്ടെന്ന് പോയി. നകുൽ, വിട്. ശ്രീനിവാസനും ചന്ദ്രസേനും ചേർന്ന് അവനെ പിടിച്ചു മാറ്റി. വീഴും പോലെ ഹരിലാൽ കസേരയിലിരുന്നു. നാണക്കേടുകാരൻ അയാൾക്ക് മുഖമുയർത്താനായില്ല. പോട്ടടോ, ശ്രീനിവാസനെ ആശ്വസിപ്പിച്ചു. താൻ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ തിരക്കുന്നത്? ഹരിലാൽ വിളറിയ മുഖത്തോടെ തലയാട്ടി. ഞാൻ പോകുക, നാളെ കാണാം. അയാൾ മറുപടിക്ക് കാക്കാതെ പുറത്തു കടന്നു ലിഫ്റ്റിൽ താഴെയെത്തി കാറിൽ കയറി. നകുൽ അമ്പരന്നിരുന്ന ചന്ദ്രസേനെയും അലക്സ് ബെഞ്ചമിനെയും നോക്കി കണ്ണിറുക്കി. ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഭയപ്പെടുത്തുന്നത് നല്ലതാ. ഹരിലാൽ ആ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് കാർ ഓടിച്ചത്. അങ്ങാർകുളങ്ങര കവലയിൽ നിന്ന് കാർ മാവേലിക്കര റോഡിലേക്ക് തിരിഞ്ഞു. മുട്ടത്താണ് അയാളുടെ വീട്. റെയിൽവേ ക്രോസ് കടന്ന് പള്ളിപ്പാട് മുക്കിലെത്തി. റോഡ് തീർത്തും വിജനം. പെട്ടെന്ന് നടുവട്ട റോഡിലൂടെ വന്ന ഒരു XUV എടുത്ത് ചാടും പോലെ മുന്നിലേക്ക്. ഹരിലാൽ എടുത്തേക്ക് വെട്ടിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡിലേക്ക് കാർ ഇടിച്ചു കയറി. അതിൻ്റെ ഒരു ഭാഗം അടർന്ന് കാറിന് മുകളിലേക്ക് വീണു. XUVയിൽ നിന്ന് മജീദും യാക്കൂബും ചാടിയിറങ്ങി. അവർ വാഗണിൻ്റെ ഡോർ വലിച്ചു തുറന്ന് ഹരിലാലിനെ എത്തിച്ചു. നിങ്ങളോ? സ്റ്റിയറിംഗ് വീൽ മുട്ടി നെഞ്ചിൽ വേദനയുണ്ടായിട്ടും ഹരിലാൽ ശബ്ദമുയർത്തി. ഇങ്ങനെയാണോടോ വണ്ടി ഓടിക്കുന്നത്? വാ, വണ്ടി ഓടിക്കുന്നത് പഠിപ്പിക്കാം. അവർ അയാളെ XUVയിലേക്ക് വലിച്ചു കയറ്റി. വിടടാ, ഹരിലാൽ കുതറി. മിണ്ടരുത്. മിണ്ടിയാൽ ഇവിടെ വെച്ച് കൊന്നുകളയും. മജീദ് അയാളുടെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു. അയാളുടെ ഭീതി ഇരട്ടിച്ചു. എന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്? എല്ലാം പറഞ്ഞു തരാം. ഹരിലാലുമായി XUV നങ്ങ്യാർകുളങ്ങരയ്ക്ക് തന്നെ പോയി. അവിടെ നിന്ന് കാർത്തിക പള്ളിക്ക്. 15 മിനിറ്റ്. XUV കൊച്ചിയുടെ ജെട്ടിപ്പാലത്തിന് മധ്യഭാഗത്തെത്തി. ഡോർ തുറന്ന് അവർ ഹരിലാലിനെ റോഡിലേക്ക് ചവിട്ടി മറിച്ചു. അയ്യോ, ഹരിലാൽ വിലപിച്ചു. കൊല്ലരുത്. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ നിന്ന് ധ്രുവ് മെല്ലെ ഇറങ്ങി. നിനക്കെന്താ ഹരിലാലെ, ചാകാൻ പേടിയാണോ? ഹരിലാലിൻ്റെ ഉമിനീർ പറ്റി. ഇന്നലെ ഇതേ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി ഒരു മനുഷ്യനെ ഇവിടെ വെച്ചല്ലേ കൊന്നത്? വരണ പോലെ തണുത്ത ശബ്ദം. ഹരിലാലിന് അപ്പോഴാണ് അവനെ മനസ്സിലായത്. ധ്രുവ്. അയാൾ റോഡിൽ കിടന്ന് തൊഴുതു. സംസാരം പിന്നീട്. നിനക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ. അവൻ മജീദിനെയും യാക്കൂബിനെയും നോക്കി. എടുത്തുകള. അവർ ബലമായി ഹരിലാലിനെ പൊക്കി പാലത്തിൻ്റെ കൈവരിയിലിരുത്തി. പിന്നെ കാലുകൾ പൊക്കി വിട്ടു. ഒരു വിലാപം താഴേക്ക് പോയി. അടുത്തു വരുന്ന ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ വെളിച്ചം ധ്രുവും മറ്റും കണ്ടു. മണവാളം വരുന്നു. ധ്രുവ് മന്ത്രിച്ചു. ഞാൻ അഴിമുഖത്തുണ്ടാവും. ധ്രുവ് XUVയിൽ കയറി ഓടിച്ചു പോയി. യാക്കൂബും മജീദും കായലിലേക്ക് ചാടി. ഫിഷിംഗ് ബോട്ട് അടുത്തെത്തി കഴിഞ്ഞു. വെള്ളത്തിൽ ഒന്നു താണിട്ട് ഉയർന്നു വന്ന് കൈക്കാലിട്ട് അടിച്ചു പിടയുകയായിരുന്നു ഹരിലാൽ. യാക്കൂബും മജീദും കൂടി അയാളെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. എന്നെ രക്ഷിക്കണം. ബോട്ടിൻ്റെ തട്ടിൽ കിടന്ന് ഹരിലാൽ യാചിച്ചു. ഞാൻ എന്തു വേണമെങ്കിലും തരാം. ഞങ്ങളുടെ അംഗത്തിന് തരാമോട്ടോ നായേ? മണവാളം വന്ന് ഒറ്റ ചവിട്ട് അയാളുടെ നെഞ്ച്. ഹരിലാലിൻ്റെ തുറന്ന വായിലൂടെ ഒരു കവിൾ വെള്ളം പുറത്തു ചാടി. ബോട്ട് ഒന്ന് തിരിഞ്ഞ് അഴിമുഖത്തേക്ക് പോയി. അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്ന ധ്രുവ്. അവർ ബോട്ട് അടുപ്പിച്ചു കൊടുത്തു. അവനും കയറി നേരെ കടലിലേക്ക്. എന്നെ എവിടെ കൊണ്ടുപോകുക ധ്രുവേ? ഹരിലാൽ കരയാൻ തുടങ്ങി. അയാൾ എഴുന്നേൽക്കാൻ പോലും മറ്റുള്ളവർ സമ്മതിച്ചില്ല. ഇത്രയും കാലം കരയിൽ നിന്ന് മതിച്ചും കൈക്കൂലി വാങ്ങിയും പാവങ്ങളുടെ ഭൂമി മറ്റുള്ളവർക്ക് കൊടുത്തും ഒത്തിരി സുഖിച്ചില്ലേ നീ? ഇനി കടലിലെ ജീവിതം എങ്ങനെയുണ്ടെന്ന് കൂടി നീ അറിയണം. ധ്രുവ് ഒരു തടി കസേര എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ കാലുകൾ ഹരിലാലിൻ്റെ ശരീരത്തിന് ഇരുവശത്തും ഉറപ്പിച്ച് അയാൾക്ക് അഭിമുഖമായി അതിലിരുന്നു. എന്നിട്ട് ആ മുഖത്തേക്ക് ബോട്ടിൻ്റെ വെളിച്ചത്തിൽ നോക്കി. ഹരിലാൽ തന്നെ കൊല്ലണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കണം. അതിന് ആദ്യം വേണ്ടത് നിന്റെ നാവിൽ കുരുങ്ങിക്കിടക്കുന്ന സത്യങ്ങളാണ്. ധ്രുവിൻ്റെ ശബ്ദം കടൽക്കാറ്റിലും വല്ലാതെ ഉയർന്നു. എന്തു വേണമെങ്കിലും ഞാൻ പറയാം. ജീവൻ ബാക്കി തന്നാൽ മതി. അയാൾ കസേരക്കാലുകളിൽ അള്ളിപ്പിടിച്ചു. എങ്കിൽ പറയടാ, ഇന്നലെ രാത്രിയിൽ എന്താണ് ശരിക്കും നടന്നത്? ഹരിലാൽ പതറി. ധ്രുവ് അയാളുടെ മുഖമടച്ച് ചവിട്ടി. വായിൽ അടർന്നു വീണ പല്ലുകളും ചോരയും ഹരിലാൽ അറിഞ്ഞു. നീ പറയുന്നതോ? പറയാം. ഹരിലാൽ ചോരയും പല്ലുകളും തുപ്പിയ ശേഷം ശ്വാസം വലിച്ചുവിട്ടു. തപ്പിയും തടഞ്ഞും എല്ലാം പറഞ്ഞു. ആ രംഗം മനസ്സിൽ കാണുകയായിരുന്നു ധ്രുവ്. അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അച്ഛനെ അവർ കസേര പിന്നോട്ട് തള്ളി അവൻ ചാടി എഴുന്നേറ്റു. ഹരിലാലിനെ വലിച്ചുപൊക്കി സൈഡിലെ കമ്പിയിലേക്ക് അമർത്തി. പിന്നെ കവിളുകളിൽ മാറി മാറി അടിച്ചു. പറയടാ, ഈ നകുലാരാ? അതെനിക്കറിയില്ല. ഞാനൊന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ അയാൾ അല്പം മുമ്പ് നടന്നത് പറഞ്ഞു. ധ്രുവ് തല കുടഞ്ഞു. ആരാ ദേവസേനാപതിയെ കൊന്നത്? അത് ധ്രുവോ അംഗത്തോ ആണെന്ന് എല്ലാവരും കരുതുന്നത്. ധ്രുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പോൾ പിന്നെ അത് ആരായിരിക്കും ചെയ്തത്? അപ്പച്ചി പറഞ്ഞതുപോലെ മാർക്കറ്റ് റോസി.
ഇനി എന്നെ തിരിച്ചുവിടുമോ? ഹരിലാലിൻ്റെ ചോദ്യം കേട്ട് ധ്രുവ് ചിന്തയിൽ നിന്നുണർന്നു. വിട്ടേക്കാം, അവൻ തിരിഞ്ഞ് വിളിച്ചു. മജീദേ. ശരി കൊച്ചങ്ങത്തെ. ആ നിമിഷം മജീദ് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കയർ ഹരിലാലിൻ്റെ കാലിൽ കെട്ടി, മറ്റേ അഗ്രം ബോട്ടിൻ്റെ കമ്പിയിലും. അയ്യോ, എന്തിനേത്? ഹരിലാൽ വല്ലാതെ ഭയന്നു. ആരും മറുപടി പറഞ്ഞില്ല. ധ്രുവ് ബോട്ടിൻ്റെ മുൻഭാഗത്തേക്ക് പോയി ബോട്ട് നിയന്ത്രിക്കുന്ന മണവാളിൻ്റെ അടുത്തേക്ക്. ഉൾക്കടലിൽ എത്തിയിരുന്നു അവർ. അകലെ കൂടി പോകുന്ന ഒരു കപ്പലിലെ വെളിച്ചം കാണാം. സ്രാവ്, മജീദും യാക്കൂബും കൂടി ഹരിലാലിനെ ഏറ്റവും പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയി. മജീദ് ഒരു കത്തിയെടുത്തു. ഈ കൈക്കൊണ്ടല്ലേ നീ കൈക്കൂലി വാങ്ങിക്കുന്നത്? അയാൾ ഹരിലാലിൻ്റെ വലത് കൈപ്പത്തി പിടിച്ചുയർത്തി. പിന്നെ അതിൽ നെടുകയും കുറുകയും കത്തി താഴ്ത്തി വലിച്ചു. ചോര ചീറ്റി. അടുത്ത നിമിഷം അവർ അയാളെ കടലിലേക്ക് തള്ളി. കാലുകൾ കെട്ടിയിരുന്ന കയർ ചുരുളഴിഞ്ഞു പോയി. അവസാനം അത് വലിഞ്ഞു നിന്നു. ബോട്ടിന് 15 മീറ്ററോളം പിന്നിൽ വലിച്ചിഴക്കപ്പെടുകയാണ് ഹരിലാൽ. ജലപ്പരപ്പിൽ അയാൾ പിടഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു. പെട്ടെന്ന്, അത് കണ്ടോ? മജീദ് കൈ ചൂണ്ടി. മങ്ങിയ വെളിച്ചത്തിൽ യാക്കൂബും കണ്ടു. കൊച്ചങ്ങത്തെ! ഇരുവരും ഒരേപോലെ വിളിച്ചു. വിശ്വാസം വരാതെ ധ്രുവ് കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. വല്ലാത്തൊരു കാഴ്ച. എങ്കിലും അത് ഒന്നുകൂടി കാണുന്നതിന് അവൻ എഞ്ചിൻ റൂമിൽ പോയി ഒരു ടോർച്ചുമായി മടങ്ങിയെത്തി. കയറിൽ വലിച്ചിരിക്കപ്പെടുന്ന ഹരിലാലിൻ്റെ അടുത്ത് വെള്ളത്തിൽ അസാധാരണമായ പിടച്ചിൽ. മീനുകൾ കുടുങ്ങിയ വല വലിച്ചുയർത്തും പോലത്തേതുപോലെ. അതല്ലെങ്കിൽ ചില കുളങ്ങളിൽ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കുത്തി മറിയുന്നതുപോലെ. എന്നാൽ ഇവിടെ ഹരിലാലിന് ചുറ്റും സ്രാവുകളായിരുന്നു, കൊമ്പൻ സ്രാവുകൾ. മജീദ് അത്ഭുതപ്പെട്ടു. സ്രാവുകളുടെ പുറത്തെ തൊങ്ങലുകളും വാലും ചിലപ്പോൾ തുറന്ന വായും ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ടു. ഒപ്പം ചോരയുടെ നിറവും. അവറ്റകൾ ഹരിലാലിനെ കടിച്ചു പറിക്കുകയാണ്. യാക്കൂബ് പല്ലിറുമി. അർഹമായ ശിക്ഷ തന്നെയാണ് ഇയാൾക്ക്. കടലിൽ ചിലപ്പോഴൊക്കെ മീൻപിടുത്തക്കാരുടെ കൂടെ പോന്നിട്ടുണ്ടെങ്കിലും ധ്രുവിന് ഇത് പുതിയ കാഴ്ചയോ അനുഭവമായിരുന്നു. മജീദ് പറഞ്ഞു. ഇതിനു തന്നെയാ ഞാൻ അയാളുടെ കൈ വെള്ളം കുത്തി കീറിവിട്ടത്. മനുഷ്യച്ചോര വെള്ളത്തിൽ കലർന്നാൽ അടുത്തെവിടെ സ്രാവുണ്ടെങ്കിലും പാഞ്ഞെത്തിക്കോളും. മണവാളാ, വേഗതയൊന്ന് കുറച്ചേ, ധ്രുവ് വിളിച്ചു പറഞ്ഞു. മണവാളൻ ബോട്ടിൻ്റെ വേഗത കുറച്ചു. അടുത്ത നിമിഷം സ്രാവുകൾ ഹരിലാലിനെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ധ്രുവിൻ്റെ കണ്ണുകളിൽ ക്രൂരമായൊരു തിളക്കം വന്നു. യാക്കൂബ് ബോട്ടിൽ കെട്ടി ഇരുന്ന കയർ അഴിച്ചുവിട്ടു. അതും മിന്നൽ വേഗത്തിൽ താഴേക്ക് പോയി. ധ്രുവ് പിന്തിരിഞ്ഞ് തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപകടകരമായതൊന്നും കണ്ടില്ല. പക്ഷേ നായ്ക്കൾ പോലും കായലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ബോട്ട് ഹൗസിനരികിൽ നിൽക്കുന്നത് കണ്ടു. പിറ്റേന്ന് പ്രഭാതം. ഫോൺ തുടരെ ശബ്ദിച്ചപ്പോഴാണ് MLA ശ്രീനിവാസൻ അറ്റൻഡ് ചെയ്തത്. ജനാലയുടെ സൂര്യപ്രകാശം അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ വലിച്ചു തുറന്ന് അയാൾ ഡിസ്പ്ലേയിലേക്ക് നോക്കി. DYSP ചന്ദ്രസേനൻ. ശ്രീനിവാസിൻ്റെ മുഖം ചുളിഞ്ഞു. ഇന്നലെ രാത്രി 1 മണി കഴിഞ്ഞാണ് തങ്ങളുടെ മദ്യപാനം തീർന്നത്. എന്താ സേന രാവിലെ? അയാൾ ഫോൺ കാതിലമർത്തി. ഹരിലാൽ അങ്ങോട്ടെങ്ങനെ വിളിച്ചിരുന്നോ സാറേ? ഇല്ല, എന്തുണ്ടായി? ശ്രീനിവാസിൻ്റെ ഉറക്കം പെട്ടെന്ന് മാറി. ഇന്നലെ രാത്രി അയാളുടെ കാർ പള്ളിപ്പാട് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി. എന്നിട്ട്? ശ്രീനിവാസൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. വെളുപ്പിനെ ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് അവിടെ പോയി. ഹരിലാലിൻ്റെ കാറാണെന്ന് ഉറപ്പായി. എന്നാൽ അയാളെ കണ്ടില്ല. അയാൾ വീട്ടിലെത്തിയിട്ടുമില്ല. ഇവിടെയെങ്ങും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുമില്ല. ശ്രീനിവാസിന് അപകടത്തിൻ്റെ ചൂരടിച്ചു. ചന്ദ്രസേന, അതൊരു പ്ലാന്റ് ആക്സിഡൻ്റ് ആകുമോ? അങ്ങനെ തോന്നാൻ തെളിവൊന്നുമില്ല. അയാൾ ഇന്നലെ നല്ല ഫോമിലുമായിരുന്നല്ലോ. ശ്രീനിവാസൻ കടുപ്പിച്ചു മൂളി. അതൊക്കെ ശരിയാ. എന്നാലും ദേവസാനാവതിയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അദൃശ്യമായ ഒരു ശത്രു സാന്നിധ്യം എനിക്ക് തോന്നുന്നു സേന. അപ്പുറത്ത് ഒരു നിമിഷം മൗനം. പിന്നെ കേട്ടു. ഞാൻ അന്വേഷിക്കാം. സാറിൻ്റെ മനസ്സിലാരാ? ധ്രുവ്. യെസ്, അവൻ്റെ മേലൊരു ശ്രദ്ധ വേണം. അവൻ്റെ നീക്കങ്ങൾ. വിശ്വരൂപൻ ചാന്നാരുടെ മകനാണ് അവനെന്നത് മറക്കണ്ട സാർ. കാൾ കട്ട് ചെയ്തിട്ട് ശ്രീനിവാസൻ ചിന്തിച്ചു. ഭാരതി അമ്മാളിനെ വിളിച്ചാൽ ഇന്നലെ രാത്രിയിൽ ധ്രുവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നറിയാം. അവളുടെ കയ്യിൽ വേറെ ഫോണുണ്ടെങ്കിലും അവിടെ വെച്ച് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എങ്കിലും അയാൾ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ നേരത്തെ ധ്രുവ് സിറ്റൗട്ടിലിരുന്ന് ക്ഷിപ്ര കൊടുത്ത ചായ ഊതി കുടിക്കുകയായിരുന്നു. ഇനി ശ്രീനിവാസനെ പൊക്കണം, അവൻ മനസ്സിലുറപ്പിച്ചു. എന്നാൽ അത് ഹരിലാലിനെ പിടികൂടിയതുപോലെ കഴിയില്ലെന്ന് അവനറിയാം. മാത്രവുമല്ല, ഹരിലാലിനെ കാണാതെ വരുമ്പോൾ അയാൾ കൂടുതൽ അലർട്ടാകും. പെട്ടെന്ന് ഭാരതി അമ്മാൾ വേഷം മാറി പുറത്തേക്ക് വന്നു. അപ്പച്ചി അങ്ങോട്ട് രാവിലെ? അവൻ മുഖം തിരിച്ച് അവരെ നോക്കി. ഓച്ചിറ അമ്പലത്തിലൊന്ന് പോകണം. അതിപ്പോൾ ധ്രുവൻ നെറ്റിച്ചു വിളിച്ചു. അച്ഛനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുമോ? പുലയല്ലേ? ഭാരതി അമ്മാൾ ശിരസിടമലം വെട്ടിച്ചു. അതിന് ഏട്ടൻ മരിച്ചതെന്നതിന് തെളിവില്ലല്ലോ. പിന്നെ എനിക്ക് എൻ്റെ സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുപ്പിക്കണം. ഒരു പുതിയ ഹാൻഡ്സെറ്റും വാങ്ങണം. ധ്രുവ് എഴുന്നേറ്റു. അപ്പച്ചി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ വരാം. അത് വേണ്ട, ഭാരതി അമ്മാൾ തടഞ്ഞു. ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അവർ കാറിൻ്റെ കീ ഉയർത്തി കാണിച്ചു. ധ്രുവ് നെറ്റി ചുളിച്ചു. പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും ഇല്ലാതെ ഭാരതി അമ്മാൾ ഇറങ്ങിപ്പോയി. BMW ഗേറ്റ് കടന്നതും ധ്രുവ് തൻ്റെ മുറിയിലേക്ക് ഓടി. ലാപ്ടോപ്പുമായി വീണ്ടും പുറത്തു വന്നിരുന്നു. അതിൽ ഭാരതി അമ്മാളുടെ ആധാർ നമ്പർ ആഡ് ചെയ്ത തിരച്ചിൽ തുടങ്ങി. ധ്രുവ് ഒന്ന് ഞെട്ടി. ഭാരതി അമ്മാളുടെ പേരിൽ 3 സിം കാർഡുകളുണ്ട്. ഒരെണ്ണം BSNL, അതാണ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഐഡിയയും വോഡഫോണും. അവസാനത്തെ 2 നമ്പറുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമായി.
സൈബർ സെല്ലിൻ്റെ സീക്രട്ട് സൈറ്റിലൂടെ അവൻ ആ നമ്പറുകളിലേക്ക് കയറി. ഒരു വർഷത്തിനുള്ളിൽ വിളിച്ച നമ്പറുകളുടെ ഡീറ്റെയിൽസും ടോക്കും എടുക്കാൻ സാധിക്കും. എന്നാൽ അതിനെക്കുറിച്ച് സമയം വേണം. പൊടുന്നനെ അവൻ്റെ മുഖം മുറുകി. അപ്പച്ചി ഇപ്പോൾ ADA നമ്പർ ഉപയോഗിക്കുന്നു. തിടുക്കത്തിൽ അവൻ ഹെഡ്സെറ്റ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. അവരുടെ സംഭാഷണം കാതിൽ വീണു തുടങ്ങി. ശ്രീനേട്ടാ, ഞാനാ. ശ്രീനിവാസിൻ്റെ സ്വരവും കേൾക്കുന്നു. ഞാനൊരു മെസ്സേജ് അയച്ചത് കണ്ടോ അമ്മാളെ? കണ്ടു, അതാ വിളിച്ചത്. നിൻ്റെ അടുത്ത് ആരുമില്ലല്ലോ? ഇല്ല, ഞാൻ ഓച്ചിറയ്ക്ക് പോകാനെന്ന് പറഞ്ഞേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കാറില്ല, ഒറ്റയ്ക്ക്. എന്തിനാ ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞത്? രാത്രി മുതൽ ഹരിലാലിനെ കാണാനില്ല. അപ്പച്ചി ശരിക്കും ഞെട്ടിയെന്ന് ആ ശബ്ദത്തിൽ നിന്ന് ധ്രുവ് തിരിച്ചറിഞ്ഞു. ശ്രീനിവാസൻ പറയുന്നു. അതെ, അയാൾ സംഭവം ചുരുക്കി പറഞ്ഞു. ധ്രുവ് ഇന്നലെ രാത്രിയിൽ വീട്ടിലുണ്ടായിരുന്നോ? ഉവ്വ്. ഉറപ്പാണല്ലോ? അതേന്നേ. അത് കേട്ടപ്പോൾ ധ്രുവിന് ചിരി വന്നു. ഗേറ്റ് കടന്ന സ്രാവ് മജീദ് മുറ്റത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മിണ്ടരുതെന്ന് ധ്രുവ് ആംഗ്യം കാണിച്ചു. ഭാരതിയമ്മാളുടെ ശബ്ദം വീണ്ടും. ഞാൻ അങ്ങോട്ട് വരികയാ, ശ്രീനിയാറിൻ്റെ വീട്ടിലേക്ക്. നകുലിനോടും അവിടേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരിൽ സംസാരിക്കാം. ശരി. ഫോൺ കട്ടായി. ഹെഡ്സെറ്റ് എടുത്തു മാറ്റിയിട്ട് ധ്രുവ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. അവരെന്തോ പുതിയ പദ്ധതിക്ക് ഇന്ന് രൂപം കൊടുക്കുമെന്ന് ഉറപ്പാണ്. അവൻ്റെ ചിന്തയിൽ ചില തീകൾ വലക്കെട്ടാൻ തുടങ്ങി. ചേപ്പാട്ടെ ടവർ ലൊക്കേറ്റ് ചെയ്യാനായിരുന്നു അവൻ്റെ തീരുമാനം. ഒഫീഷ്യൽ ഫോണിലൂടെ ശ്രീനിവാസൻ ആരെയും ബന്ധപ്പെടാൻ ഇടയില്ല. മറ്റു ഫോണിലൂടെ ആ ടവറിൻ്റെ പരിധിയിൽ വെച്ച് അയാൾ സംസാരിച്ചാൽ അത് തനിക്ക് പിടിച്ചെടുക്കണം. മജീദ് ഒരിടം വരെ പോകണം. അവൻ അയാളെ നോക്കി. പോകാമല്ലോ. ധ്രുവ അകത്തേക്ക് പോയി. ഭാരതി അമ്മൾ കൊണ്ടുപോയ BMW കാറിൻ്റെ സ്പെയർ കീ കൊണ്ടുവന്ന് മജീദിനെ ഏൽപ്പിച്ചു. ഇതിൻ്റെ 2 ഡ്യൂപ്ലിക്കേറ്റുകൾ കായംകുളത്ത് പോയി ഉണ്ടാക്കിക്കൊണ്ടുവരണം, എത്രയും വേഗം. ഒരു വണ്ടി വിളിച്ചു പോയിക്കോ. അവൻ അതിനുള്ള പണവും നൽകി. 10 മണി. ഭാരതി അമ്മാൾ MLA ശ്രീനിവാസിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ കുറേ പാർട്ടി പ്രവർത്തകരും പരാതിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മാളെ കണ്ടതും ശ്രീനിവാസൻ അകത്തേക്ക് നോക്കി വിളിച്ചു. ലതേ. ഹേമലത പുറത്തു വന്നു. സന്തോഷത്തോടെ അമ്മാളിനെയും കൂട്ടി അകത്തേക്ക് പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നകുലും വന്നു. ശ്രീനിവാസൻ അപ്പോഴേക്കും തൻ്റെ അരികിൽ വന്നവരെ പറഞ്ഞയച്ചു. എന്നിട്ട് ഗസ്റ്റ് റൂമിൽ ഭാരതി അമ്മാളും നകുലും ശ്രീനിവാസനും ഒത്തുകൂടി. എന്തായാലും അമ്മ ഇന്നലെ ധ്രുവിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ പാടില്ലായിരുന്നു. നകുൽ അമ്മാളിനെ കുറ്റപ്പെടുത്തി. ആ നേരത്തെ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതാടാ. അവൻ ഈ ശ്രീനിയേട്ടനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ. എന്നാലും ശ്രീനിയേട്ടൻ തക്ക സമയത്ത് സിഗ്നൽ തന്നുകൊണ്ട് കാര്യം കുഴപ്പമില്ലാതെയായി. അഭിനന്ദിക്കുന്ന ഭാവത്തിൽ അവർ ശ്രീനിവാസന് നേരെ തിരിഞ്ഞു. അയാൾ പുഞ്ചിരിച്ചു. കുഴപ്പമില്ലെന്ന് ഉറപ്പിക്കാൻ വരട്ടെ അമ്മേ. നകുലിൻ്റെ വാക്കുകൾ കേട്ട് ഭാരതി അമ്മാളും ശ്രീനിവാസനെ നെറ്റിച്ചുളിച്ചു. നകുൽ തുടർന്നു. പോലീസല്ലേ അവൻ? തീർച്ചയായും സംശയം തോന്നിക്കാണും. അവനത് പുറത്ത് കാണിക്കാതിരിക്കുകയാണെങ്കിലോ? ഇരുവർക്കും പെട്ടെന്ന് ഉത്തരം നൽകാനായില്ല. പ്രപഞ്ചം കുലുക്കിക്കൊണ്ട് ഒരു ട്രെയിൻ പാഞ്ഞുപോയി. അതിൻ്റെ ശബ്ദം അകന്നപ്പോൾ ഭാരതി അമ്മാൾ നാവനക്കി. അങ്ങനെ വരുമോടാ? വരും. നകുൽ എഴുന്നേറ്റ് മുറിയിലൂടെ നടന്നു. പക്ഷേ കായലിൽ സദാ എൻ്റെ ആളുകളുണ്ടാവും. അവർ അവിടുത്തെ ഓരോ ചലനവും ഇനി ശ്രദ്ധിക്കും. പിന്നെ ധ്രുവിന് സംശയം തോന്നാത്ത ഒരു കാര്യം അമ്മ ഇന്ന് ചെയ്തിരിക്കണം. ആജ്ഞ പോലെയായിരുന്നു ആ വാചകം. എന്താടാ? ഒന്നും മിണ്ടാനാവാതെ ശവം കണക്കെ ഒരാൾ അവിടെയുണ്ടല്ലോ, മണിമോൾ. അവളെ ഇന്നങ്ങ് തീർക്കുക. പിന്നെ അവിടെ 2 ശത്രുക്കളെ ബാക്കിയുള്ളൂ, ധ്രുവും ക്ഷിപ്രയും. മണിമോളെ എപ്പോൾ വേണമെങ്കിലും കൊല്ലാം, ഭാരതി അമ്മാൾ തർക്കിച്ചു. ധ്രുവും ക്ഷിപ്രയും അല്ലേ നമ്മുടെ പ്രധാന ടാർഗറ്റ്? കാര്യം ശരി തന്നെ, നകുൽ സമ്മതിച്ചു. എന്നാൽ ശത്രുക്കളുടെ മനോവീര്യം തകർക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അവർക്ക് 2ആൾക്കും മണിമോളെ വലിയ സ്നേഹമല്ലേ? നാളെ അവർ കാണുന്നത് അവളുടെ ശവമാവണം. ആ നറുക്കത്തിൽ നിന്ന് ധ്രുവ് കരകയറും മുമ്പ് എൻ്റെ കൈക്കൊണ്ട് ഞാൻ അവനെ കൊന്നിരിക്കും. ഭാരതി അമ്മാൾ സമ്മതിച്ചു. നകുൽ ഒരു പുതിയ അസൂസ് ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് ഭാരതി അമ്മാളിന് കൊടുത്തു. ഡ്യുവൽ സിമ്മിൻ്റേതാണ്. BSNLൻ്റെയും ADAയുടെയും സിമ്മുകൾ ഇതിലേക്ക് മാറ്റണം. ആരെങ്കിലും കണ്ടാൽ പുതിയ ഫോൺ വാങ്ങിയെന്ന് മനസ്സിലാക്കണമല്ലോ. ഭാരതി അമ്മാളൊന്ന് മൂളി. പിന്നെ പിറുപിറുത്തു. എന്നാലും ആരായിരിക്കും ഇവിടെ സേനാപതിയേട്ടനെ? നകുൽ പെട്ടെന്ന് കസേരയിലിരുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് പല്ലുകൾ കടിച്ചു പിടിച്ചു. നമ്മൾ തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണത്. കണ്ടെത്തും നമ്മളത്. ഉറച്ചതായിരുന്നു അവൻ്റെ ശബ്ദം. ധ്രുവോ ചാന്നാരോ അല്ല അത് ചെയ്തതെന്നും ഉറപ്പ്. പിന്നെ 3 പേർക്ക് മുന്നിൽ അതൊരു ചോദ്യചിഹ്നമായി. 1 മണിക്കൂർ കൂടി കഴിഞ്ഞാണ് അവർ പിരിഞ്ഞത്. അപ്പോൾ ആലപ്പുഴയിലായിരുന്നു ധ്രുവ്. സൈബർ സെല്ലിൽ കർണാടകയിൽ നിന്നെത്തിയ ഭൈരപ്പയുടെ അടുത്ത്. 40 സുമുഖനായ ആളായിരുന്നു ഭൈരപ്പ. കാര്യങ്ങളൊക്കെ DYSP സാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ തൻ്റെ എല്ലാ സഹായവും ധ്രുവിന് വാഗ്ദാനം ചെയ്തു. മാത്രമല്ല MLA ശ്രീനിവാസിൻ്റെ ഒരു രഹസ്യ മൊബൈൽ നമ്പർ കൂടി അവർ അവിടെ വെച്ച് കണ്ടെത്തി. ഇനി ഞാൻ കാളുകൾ പരിശോധിച്ചോളാം. എന്നാലും സാറും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അയാളെ വിളിക്കുന്നതുമായ നമ്പറുകൾ, അവരുടെ ടോക്ക് എല്ലാം. ഓഫ് കോഴ്സ്. ഭൈരപ്പ അവൻ്റെ കൈ പിടിച്ച് കുലുക്കി. ധ്രുവിന് ഏത് നേരവും എന്നെ വിളിക്കാം. താങ്ക് യൂസ്. അവൻ എഴുന്നേറ്റു. അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങിയാണ് അവൻ മടങ്ങിയത്. കാപ്സുൾ വലിപ്പമുള്ള ബഗ്ഗുകൾ, GPS ട്രാക്കിംഗ് ഡിവൈസ്, പിന്നെ ലൈവ് സ്കീമിംഗ് സ്പൈ ക്യാമറയും ട്രാൻസിസ്റ്ററും വയർലെസ് പിൻഹോൾ ക്യാമറ, അങ്ങനെ ചിലത്. ധ്രുവ് ഉദയാസ്തമയത്തിൽ എത്തുമ്പോഴും ഭാരതി അമ്മാൾ മടങ്ങി വന്നിട്ടില്ല. സ്രാവ് മജീദ് അവനെ കാത്തു നിന്നിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് കീകൾ അവൻ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, മജീദേ, ഇത്തിരി പണിയുണ്ട്, എന്നെ സഹായിക്കണം. അവൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്ഷിപ്ര അവിടത്തേക്ക് വന്നു.
അപ്പച്ചി വരുന്നുണ്ടെന്ന് നീ ശ്രദ്ധിക്കണം, അവൻ പറഞ്ഞപ്പോൾ അവൾ നെറ്റിച്ചുളിച്ചു. എന്താ ഏട്ടാ? ഒന്നുമില്ല, അവൻ കണ്ണിറക്കി. ധ്രുവ മജീദിൻ്റെ കൂടി സഹായത്തോടെ ഒരു തീപ്പെട്ടിയുടെ വലിപ്പത്തിലുള്ള വയർലെസ് സ്പൈ ക്യാമറ ഭാരതീയമാളുടെ മുറിക്ക് പുറത്തും മണിമോളുടെ മുറിക്കുള്ളിലും സ്ഥാപിച്ചു. ആരും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ. അവയുടെ 9 വോൾട്ട് ബാറ്ററിക്കും അതേ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ബാറ്ററിയും ക്യാമറയുമായി കണക്ട് ചെയ്ത് ട്യൂബ് ലൈറ്റുകളുടെ ചോക്കിനോട് ചേർത്ത് വച്ചു. സൂക്ഷിച്ചു നോക്കിയാൽ പോലും ആരും കണ്ടുപിടിക്കില്ലെന്നുറപ്പ്. ധ്രുവ് സ്വയം ചിരിച്ചു. ഇനി 60 മീറ്റർ റേഞ്ചിനുള്ളിൽ എവിടെയും ഇവിടെ റിസീവർ വെച്ചാൽ മതി. ദൃശ്യങ്ങൾ പിടിച്ചെടുത്ത് ലാപ്ടോപ്പുമായി ലിങ്ക് ചെയ്യും. പിന്നെ തൻ്റെ ഫോണുമായും ബന്ധിപ്പിക്കാം. എല്ലാം കണ്ടപ്പോൾ ക്ഷിപ്രയ്ക്ക് ഭീതി ഇരട്ടിച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തായിട്ടാ? എല്ലാം അറിയുന്നതിനേക്കാൾ നല്ലത് ഒന്നും അറിയാത്തതാ ക്ഷിപ്രേ. പിന്നെ ഈ ക്യാമറകളുടെ കാര്യം നമ്മൾ 3 പേരല്ലാതെ മറ്റാരും അറിയണ്ട. ധ്രുവ് സ്രാവ് മജീദിനെയും കൂട്ടി പുറത്തേക്ക് പോയി. ഉച്ച കഴിഞ്ഞാണ് ഭാരതിയമ്മാൾ വന്നത്. അമ്പലത്തിൽ എന്താ തിരക്ക്? അവർ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു. അപ്പച്ചി പുതിയ ഫോൺ വാങ്ങിയോ? ധ്രുവ് അടുത്തെത്തി. ഫോൺ വാങ്ങി, ഡ്യൂപ്ലിക്കേറ്റ് സിമ്മും വാങ്ങി. അവർ നകുൽ കൊടുത്ത ഹാൻഡ്സെറ്റ് കാണിച്ചു. കൊള്ളാം. അവൻ അത് വാങ്ങി നോക്കിയിട്ട് തിരിച്ചു കൊടുത്തു. എത്ര രൂപയായി? കുറഞ്ഞ സെറ്റാ, 15,000. രാത്രി 10 മണി. ഭാരതിയമ്മാളുടെ ഫോൺ ശബ്ദിക്കുന്നത് തൻ്റെ മുറിയിലിരുന്ന് ധ്രുവ് അറിഞ്ഞു. അവൻ ഹെഡ്സെറ്റ് എടുത്തു വെച്ചു. എന്താ നകുൽ? ഭാരതിയമ്മാൾ ശബ്ദം താഴ്ത്തി തിരക്കുന്നു. എല്ലാം റെഡിയല്ലേ? അതെ. 11നും 12നും ഇടയ്ക്ക് കാര്യം നടത്തണം. ശരി. ലൈൻ കട്ടായി. ധ്രുവ് ഹെഡ്സെറ്റ് എടുത്തു മാറ്റി. 11നും 12നും ഇടയ്ക്ക് എന്താണ് നടക്കാൻ പോകുന്നത്? തൻ്റെ മുറിയിലെ ലൈറ്റ് അണച്ചിട്ട് അവൻ ലാപ്ടോപ്പിൽ നോക്കിയിരുന്നു. ഭാരതിയമ്മാളുടെ മുറിക്ക് മുന്നിൽ വച്ച ക്യാമറയിലെ ദൃശ്യത്തിലേക്ക് കണ്ണുകൾ ഊന്നി. സമയം കടന്നുപോയി. 11:30. മുറിയുടെ വാതിൽ തുറക്കപ്പെടുന്നത് പുറത്തെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മങ്ങിക്കാണാം. ഒരു നിഴൽ രൂപവുമായി ഭാരതിയമ്മാൾ ചുറ്റുപാട് ശ്രദ്ധിച്ചുകൊണ്ട് ഇറങ്ങുന്നു. അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്, ഒരു സിറിഞ്ച് പോലെ. ധ്രുവ് ആ ചിത്രം വലുതാക്കി നോക്കി. സിറിഞ്ച് തന്നെ. അവൻ്റെ ഹൃദയത്തിൽ ഒരു നടുക്കം പൊളഞ്ഞു. ഭാരതിയമ്മാൾ ശബ്ദം കേൾപ്പിക്കാതെ മണിമോൾ കിടന്നിരുന്ന മുറിക്ക് മുന്നിലെത്തി. മെല്ലെ വാതിലിൻ്റെ ഹാർഡിൽ തിരിച്ചു. വാതിൽ പാളി അകത്തേക്ക് മാറി. അവർ അകത്ത് കയറി. മണിമോളും ക്ഷിപ്രയും 2 കട്ടിലുകളായി കിടക്കുന്നത് അവ്യക്തമായി കാണാം. ഭാരതിയമ്മാൾ മണിമോളുടെ കിടക്കയ്ക്കരികിലെത്തി. അവൾ പൊതിച്ചിരുന്ന ബെഡ്ഷീറ്റ് താഴേക്ക് മാറ്റി. എന്നിട്ട് സിറിഞ്ച് അവളുടെ ശരീരത്തിലേക്ക് അമർത്താനാഞ്ഞു. അടുത്ത നിമിഷം ഒറ്റയടി പിന്നിൽ നിന്ന്. അയ്യോ! അലറി കരഞ്ഞുപോയി ഭാരതിയമ്മാൾ. അവരുടെ കയ്യിൽ നിന്ന് സിറിഞ്ച് തെറിച്ചു. അവർ മണിമോളുടെ കിടക്കയിലേക്ക് കമിഴ്ന്നു. കാര്യമറിയാതെ ക്ഷിപ്രയും അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. മുറിയിലെ ലൈറ്റ് തെളിച്ചു. പകച്ചു ഭയന്നു നിൽക്കുന്ന ഭാരതിയമ്മാൾ. മറ്റാരും മുറിയിലില്ല. ഭാരതിയമ്മാൾ വിറയ്ക്കുന്നത് ക്ഷിപ്ര കണ്ടു. കഥ തുടരും.